ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിച്ച ഒരു ദിവസം 2013 സെപ്റ്റംബർ 23. ഇന്നിത് 2025 സെപ്റ്റംബർ 23. എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളാട്ടോ. പിറന്നാളല്ല, ജന്മദിനം. ഹാപ്പി ബർത്ത്ഡേ വേദ. എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിട്ടിയ ദിവസം കേട്ടോ, ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ഞാൻ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ വേദയുടെ കയ്യിൽ ഇഞ്ചക്ഷൻ ഇന്നലെ എടുത്തതിൻ്റെ ഇത് ഞാൻ പിടിച്ചപ്പോൾ അവൾക്ക് വേദനിച്ചേട്ടോ. അങ്ങനെയാണൊന്ന് നോക്കി പേടിപ്പിച്ചിട്ട് പോയത്. അപ്പോൾ എന്തായാലും ഇന്ന് വേദയുടെ ബർത്ത്ഡേ ആണ്. ഇന്നലത്തെ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ഇന്നായിരുന്നു വേദയുടെ ബർത്ത്ഡേ എന്ന്. വേദയ്ക്ക് ഒട്ടും വയ്യായിരുന്നു ഇന്നലെ, ഒട്ടും സുഖം ഉണ്ടായിരുന്നില്ല. ഫുഡ് പോയിസൺ അടിച്ച് ആകെ കിറങ്ങി കിടക്കുമായിരുന്നു. അവളുടെ ഇന്നലത്തെ ഇരിപ്പ് കണ്ടപ്പോൾ ഇന്ന് രാവിലെ ഇത്രയും ഹാപ്പി ആയിട്ട് എഴുന്നേൽക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കേട്ടോ. പക്ഷേ രാവിലെ ഒരു 7-8 മണിയായപ്പോഴേക്കും വേദ ഇറങ്ങി വന്നപ്പോൾ ഡബിൾ ഒക്കെ ആയി. വേദ പഴയതിലും സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ വേദ. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഈ വീഡിയോയുടെ തുടക്കം ഇതാണ്. ഞാൻ വേദ അതിനിടയ്ക്കാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഫസ്റ്റ് ഒന്ന് എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവളെ തന്നെ കാണിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് കരുതി അങ്ങനെ ഇട്ടതാണ് കേട്ടോ. രാവിലെ ഞാനൊരു 6:30 മണിയായപ്പോൾ എണീറ്റ് വന്നു. അപ്പോഴേക്കും അമ്മ രാവിലെ 6 മണിയായപ്പോഴേ എഴുന്നേറ്റ് അടുക്കളയിൽ കുറച്ച് പരിപാടികളൊക്കെ തുടങ്ങി. വേദയ്ക്ക് ഫുഡ് പോയിസൺ അടിച്ചപ്പോൾ ഡോക്ടർ നോൺ വെജ്, കേക്ക് പോലുള്ള ഐറ്റംസ് അങ്ങനെയൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി. നല്ല രീതിയിലെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും വീട്ടുകാർ മാത്രം കൂടിക്കൊണ്ടും കുട്ടികൾ അടുത്തുള്ള ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിക്കൊണ്ടും ഒരു കുഞ്ഞ് സെലിബ്രേഷൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ വേദയ്ക്ക് നോൺ വെജ് ഒന്നും കഴിച്ചുകൂടാന്ന് പറഞ്ഞതുകൊണ്ടും വേദയ്ക്ക് നോൺ വെജൊക്കെ ഇഷ്ടമായതുകൊണ്ടും അവളില്ലാത്തൊരു ആഘോഷം, അവൾക്ക് കഴിക്കാൻ പറ്റാത്തൊരു ആഘോഷം നമുക്ക് വേണ്ടാന്ന് കരുതിയിട്ട് അങ്ങനെയുള്ള സെലിബ്രേഷൻ എല്ലാം മാറ്റി വെച്ചു. ഒന്നും പാർട്ടിയൊന്നും വേണ്ട. വേദയുടെ സ്റ്റാർ ഒക്ടോബർ 9 വരും. വേദ ഭരണിയാട്ടോ, കന്നിമാസത്തിൽ. അപ്പോൾ അന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് മാറ്റി വച്ചിരുന്നപ്പോഴേക്കും ദീപ ചേച്ചിയൊക്കെ വരുന്നു എന്ന് പറഞ്ഞു. കള്ളിക്കാട് അമ്മ വന്നു. എൻ്റെ അമ്മ രാവിലെ വേദയെ കാണാൻ വരുമെന്ന് പറഞ്ഞു. ചീമയും വേദയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് വരുമെന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ പിന്നെ ഒരു കുഞ്ഞൊരു ആഘോഷം, ഉച്ചയ്ക്കൊരു ഊണ് നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും കൂടി കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. അത് ഇന്നലെ രാത്രി അങ്ങ് പ്ലാൻ ചെയ്തു കേട്ടോ. എല്ലാവരും ഒക്കെ വരുമെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇന്നലെ രാത്രി തന്നെ അങ്ങ് പ്ലാൻ ചെയ്തു. ചോറും ഒരു തോരനും ഒരു മെഴുക്കുവരട്ടിയും കപ്പയും മീൻകറിയും മീൻ വറുത്തതും ഒരു ബീഫ് കറിയും ഒരു പായസമൊക്കെ കൂട്ടി ഒരു ചെറിയ ഊണങ്ങ് കഴിക്കാൻ കരുതി. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും വേദയ്ക്ക് വേണ്ട കേട്ടോ. ഡോക്ടർ നോൺ വെജ് കൊടുക്കരുത്, പകരം തൈര്, പുളിശ്ശേരി, പച്ചടി, ക്യാബേജ് തോരൻ, കോളിഫ്ലവർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. ശരി, അതൊക്കെ മതിയല്ലോ വേദയ്ക്ക്. അപ്പോൾ വേദയ്ക്ക് കരുതിയിട്ട് വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കി. ബാക്കിയുള്ള സാധനങ്ങളൊന്നും വേദയ്ക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടും ഇതെല്ലാം ഉണ്ടാക്കി കേട്ടോ. മീൻ വേദയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല, പിന്നെ കൊടുത്താൽ കഴിക്കും, അത്ര മാത്രമേ ഉള്ളൂ. ബീഫും വലിയ താല്പര്യമില്ല. ചിക്കൻ കഴിക്കുന്നതിൻ്റെ അത്ര ഇഷ്ടത്തോടെ വേദ ബീഫ് കഴിക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ബീഫ് വാങ്ങിയത്. ഇത് ബീഫാണ്, ഇന്ന് പോത്തല്ല വാങ്ങിയത്. ബീഫിൻ്റെ കൊഴുപ്പെല്ലാം മഞ്ഞ കളറിലിരിക്കും, പോത്തിൻ്റെ കൊഴുപ്പാണെങ്കിൽ വെള്ള കളറിലിരിക്കും. അങ്ങനെയാണ് ബീഫും പോത്തും തമ്മിലുള്ള വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. നമുക്കിവിടെ ട്രിവാൻഡ്രത്ത് വീണ്ടും ഞാൻ എടുത്തു പറയാണ്, പോത്തും ബീഫും 2 എണ്ണത്തിൽ കിട്ടും. പോത്ത് ഞായറാഴ്ച ദിവസങ്ങളിലാണ് കൂടുതലും ഇവിടെ വെട്ടാറ്, എല്ലാ ദിവസങ്ങളിലും വെട്ടാറില്ല. ബീഫ് എന്നാൽ എല്ലാ ദിവസവും വെട്ടും ട്രിവാൻഡ്രത്ത്. അതാണ് പോത്തും ബീഫും തമ്മിലുള്ള വ്യത്യാസം. ബീഫ് എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ ഹസ്ബൻഡ്, പോത്തെന്ന് പറഞ്ഞാൽ എരുമയുടെ ഹസ്ബൻഡ്. ബഫലോ ആണ് പോത്ത് കേട്ടോ. അപ്പോൾ അതാണ് അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബീഫും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ബീഫും പായസവും നമ്മൾ വിറകടുപ്പിലിട്ട് നമുക്ക് കറി വെക്കാമെന്ന് കരുതി ഞാനൊരു കുഞ്ഞടുപ്പെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സ്പെഷ്യൽ ഒക്കേഷൻസിലെല്ലാം ഈ ഒരു വിറകടുപ്പിൽ കത്തിക്കാറുണ്ട്. കുറച്ച് വിറകൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് നമ്മുടെ ചിരട്ടയൊക്കെ ഇല്ലേ, അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവശ്യം വരുമ്പോൾ നമ്മൾ കുഞ്ഞടുപ്പെടുത്ത് വയ്ക്കും. ചിരട്ടയും മറ്റുള്ള വിറകുകളൊക്കെ വെച്ചിട്ട് കത്തിച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ബീഫ് ഞാൻ പറഞ്ഞില്ലേ അടുപ്പത്തിട്ട് വയ്ക്കാം. സാധാരണ കുക്കറിലൊക്കെ ഇട്ടാണ് വേവിക്കുന്നത്. ഇന്നിപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ അടുപ്പത്തിരുന്ന് വെന്ത് വരട്ടേന്ന് കരുതി. ഒപ്പം തന്നെ പായസം ഇതിൽ വയ്ക്കാമെന്ന് കരുതി. പായസം നമ്മൾ ഓൾറെഡി ഇന്നലെ രാത്രി വരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നോൺ സ്റ്റിക്ക് പാനിലിട്ട് വരട്ടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വരണ്ട് വരികയും ചെയ്തു. എന്നിട്ട് ഞാനൊരു 1 മണിക്കൂർ ഫാനിൻ്റെ താഴെ വെച്ചിരുന്നപ്പോഴേക്കും അത് തണുത്ത് കിട്ടി. അതിനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഫ്രീസറിലാട്ടോ വെച്ചത്, ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഫ്രീസറിൽ വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ ആ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു. അപ്പോൾ ഒന്ന് തണുപ്പ് മാറി കിട്ടും. എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് പായസം എടുക്കാമെന്ന് കരുതിയേ. അങ്ങനെ ഇതേ കണ്ടോ, അവിടെ നിന്നൊക്കെ നുള്ളിയും പറക്കിയൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ വീട് പണിക്കൊക്കെ ചെയ്തപ്പോൾ ബാക്കി വന്ന സാധനങ്ങളൊക്കെ ഒതുക്കി പറക്കി സൂക്ഷിച്ച് വെച്ചിരുന്നു കേട്ടോ. ഇതുപോലുള്ള ആവശ്യങ്ങൾ, ദമ്മിടുക, ചിക്കൻ വയ്ക്കുക, ചിക്കൻ ബിരിയാണി വയ്ക്കുക, ഇതുപോലെ അമ്മയൊക്കെ വന്ന് നിൽക്കുമ്പോൾ മീൻ കറി വയ്ക്കുക, ഇറച്ചി വയ്ക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞടുപ്പും ഈ വിറകും ഞാൻ എപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. അവിടെ വിറകടുപ്പ് ഞാൻ കത്തിക്കുകയാണ്. അമ്മ ഇവിടെ തോരനും മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നത് കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ
എളുപ്പമുണ്ട്. പിന്നെ ഒരു 4-5 തേങ്ങ ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചിരണ്ടാനായിട്ട്. അപ്പോൾ ഇന്നലെ ചിരണ്ടാൻ പോയപ്പോൾ പറഞ്ഞു ചിരണ്ടിയാൽ തേങ്ങാപ്പാൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ചിരണ്ടണ്ട, നാളെ ചിരണ്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഫസ്റ്റ് എൻ്റെ പരിപാടി 4-5 തേങ്ങ ചിരണ്ടലായിരുന്നു. അത് കഴിഞ്ഞാണ് ഏട്ടൻ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ബീഫെല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം തന്നെ വിറക് കത്തിക്കാൻ പോകണം. അപ്പോൾ അമ്മ പറഞ്ഞു നീ അങ്ങോട്ട് മാറ്, ഞാൻ വിറക് കത്തിച്ച് തരാം, അടുപ്പ് കത്തിച്ച് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ കത്തിക്കുമെന്ന് പറഞ്ഞ് ഒരു പെട്ടി തീപ്പെട്ടിയും ഒരു 2-3 ഷീറ്റ് ന്യൂസ് പേപ്പറും തീർത്തപ്പോഴേക്കും ആ വിറക് 1 മണിക്കൂർ സമയം എടുത്തപ്പോഴേക്കും ആ വിറക് ഏകദേശം കത്തിപ്പിടിച്ചു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ എപ്പോഴേ കത്തിച്ചെടുത്താണ്, ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. എന്നാലും ആ ഒരു ആത്മവിശ്വാസം കൈവിടാതെ ഞാൻ തന്നെ ആ വിറകടുപ്പിനെ കത്തിച്ച് കൊടുത്തു. അതിലേക്ക് അമ്മ കുറച്ച് ബീഫും അതിലെന്തൊക്കെയോ മഞ്ഞപ്പൊടിയോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകോ എന്തൊക്കെയോ ചതച്ച് വാരിയിട്ട് വേവിക്കാനായിട്ട് അവിടെ അങ്ങനെ മാറ്റി വെച്ചിട്ട് ഞാൻ ചായ ഇടാൻ കയറുകയാണ്. ഒരു സ്റ്റെപ്പ് ചായ ആദ്യമേ ഇട്ടു, ഇത് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് ചായ ഇടുകയാണ്. ദീപ ചേച്ചിയും പ്രകാശ് ചേട്ടനൊക്കെ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പുറകെ പോകാതെ ഉച്ചത്തെ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ധൃതി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി സാമ്പാറൊക്കെ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കണ്ട, വാങ്ങിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പണി ലാഭിച്ചു. അതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി. അങ്ങനെ കിച്ചണിൽ അതിഗംഭീരമായിട്ട് പണികൾ ചെയ്തുകൊണ്ട് നിന്നപ്പോഴായിരുന്നു മീൻകാരൻ ചേട്ടൻ വന്ന് ഹോണടി. അപ്പോൾ എന്തായാലും ഒരു മീൻ വറുക്കാനും കറി വയ്ക്കാനും ഒക്കെ വാങ്ങണമെന്ന് കരുതി. അപ്പോൾ ഈ ചേട്ടൻ്റെ എന്തുണ്ടാന്ന് നോക്കിയപ്പോഴേക്കും അയല മീൻ, ചാളമീൻ, നെത്തോലി മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വറുക്കാൻ ചേട്ടൻ്റെ നിന്ന് വാങ്ങാൻ നേരി നെത്തോലി വറുക്കാൻ നല്ലതാണ്, പക്ഷേ നെത്തോലി ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. അതുകൊണ്ട് നെത്തോലി വാങ്ങിയില്ല, അയല വാങ്ങാമെന്ന് കരുതി. അയലയാകുമ്പോൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട്. അങ്ങനെ കുറച്ച് അയലയെല്ലാം മേടിച്ചു. എന്തായാലും ഒരു മീൻ കറിക്കും കൂടി വാങ്ങും, ബീഫ് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ലേശം അയല മാത്രമേ വാങ്ങിച്ചുള്ളൂ. എന്തായാലും ഊണ് കൊടുക്കുമ്പോൾ ഗ്രാൻഡായിട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഗസ്റ്റുകൾ വരുമ്പോൾ എന്തൊക്കെ തന്നെ കൊടുത്താലും മതിയാകത്തില്ല കേട്ടോ. പിന്നെ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഒരു ലിമിറ്റിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലാതെ എനിക്ക് എത്രയൊക്കെ എന്തൊക്കെ കൊടുത്താലും ഒരു സമാധാനം കിട്ടില്ല. അവർക്ക് ഓക്കെ ആയോ, മതിയായോ, ഇനിയും കറികൾ വേണമായിരുന്നു, ഇത്രയും കറികൾ മതിയോ, കൊള്ളായിരുന്നു, ഞാൻ അവർക്ക് ഹാപ്പി ആയോ, കഴിച്ച ഫുഡിൽ എല്ലാ ഫുഡും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ള ഒരുപാട് കൺഫ്യൂഷനും ചോദ്യങ്ങളും അവിടെ വരും കേട്ടോ. എനിക്കതൊക്കെ കുറച്ച് ടെൻഷനുള്ള കാര്യമാണ്. അങ്ങനെ ബീഫ് അടുപ്പത്ത് കിടന്നപ്പോഴേക്കും ചെറുതായിട്ട് മഴ പൊടിയുന്നു. അങ്ങനെ വിറകിനെല്ലാം നീക്കിയിട്ടപ്പോഴേക്കും അത്ര വലിയ ഭീകര മഴയിൽ ചെറുതായിട്ട് പൊടിങ്ങി നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് വേദദേവ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വേദ ഉറക്കണീറ്റ് വന്നപ്പോൾ 8-8:30 മണിയായി കേട്ടോ. എന്നിട്ട് ഉറക്കണീറ്റ് കുളിച്ച് റെഡിയായി വന്നപ്പോൾ 8-8:30 മണിയായി. ഞാൻ ഏട്ടനോട് പറഞ്ഞു വേദയും കൊണ്ടൊന്ന് അമ്പലത്തിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഏട്ടനും വേദയും കൂടി അമ്പലത്തിൽ പോയി. എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പോയില്ല. അത് മാത്രമല്ല കിച്ചണിൽ പിടിപ്പത് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് 2 പേരും കൂടി അമ്പലത്തിൽ പോയി. അവിടെ ചെന്നപ്പോഴേക്കും വേറൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞ് ആ അമ്പലത്തിൽ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ഈ വരുന്ന 29-ാം തീയതി, അതായത് സെപ്റ്റംബർ 29-ാം തീയതി അവിടെ നവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്ന ഒരു കോളാണ് വേദ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു വേദ കളിക്കുന്നുണ്ട്. ഞാൻ വേദയോട് ഒന്ന് ചോദിച്ചു കേട്ടോ, ഏതെങ്കിലും ഡാൻസ് കോൺഫിഡൻസ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടോ, എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ കളിക്കാമെന്ന് പറഞ്ഞു. അവളുടെ സമ്മതം വാങ്ങിയ ശേഷം ഞാൻ പറഞ്ഞു കളിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് വേദ ഈ വരുന്ന തിങ്കളാഴ്ച 29-ാം തീയതി ഈ ഒരു അമ്പലത്തിൽ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാട്ടോ ഞാൻ. ഈ അമ്പലത്തിലാണ് നമ്മൾ ദേവിക്ക് സാരിയെല്ലാം വാങ്ങിക്കൊടുത്ത് നമ്മുടെ വസ്ത്രയുടെ തുടക്കം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ വേദ എത്ര ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. ഈ ഒരു അവസരത്തിൽ വേദയ്ക്ക് ദേവിയുടെ നടയിൽ നിന്നൊരു ഡാൻസ് സിംഗിളായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതും ഇങ്ങോട്ട് വന്നൊരു കോളിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഒരിക്കലും ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും പല വേദികളിലും വേദ ഇങ്ങനെ കളിക്കണം ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങോട്ടേക്ക് ഇങ്ങനൊരു കോള് വരും, ഇത്ര ചെറുതിലേ കളിക്കാൻ ഒറ്റയ്ക്ക് പറ്റുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. 100 പേരുണ്ടെങ്കിൽ അതിൽ 90 പേരും നമ്മളെ സ്നേഹിക്കുന്നവരും 10 പേര് അതിൽ വെറുക്കുന്നവരായിരിക്കും കേട്ടോ. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടതിന് താഴെ വന്ന കമൻസ്, എൻ്റെ കുഞ്ഞിന് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടുള്ള കമൻസ് അല്ല കൂടുതലും വന്നത്, വളരെ മോശമായിട്ടുള്ള കമൻസാണ്. അതെന്താണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ. അപ്പോൾ അത്രയും നമ്മളെ വെറുക്കുന്നവരുണ്ടായിട്ടും അതിൻ്റെ ഇടയ്ക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്ത്രയിലൊരു കസ്റ്റമറുണ്ട്. ആ ചേച്ചി നമ്മുടെ ഇന്ന് ഞാൻ വസ്ത്രം തുടങ്ങി അന്ന് മുതൽ ഇപ്പോൾ വരെ ഒരു 2-3 മാസം ആവുന്നുണ്ട്. ഞങ്ങളുടെ വരുന്ന പുതിയ കളക്ഷൻസ് എല്ലാം ചേച്ചി നോക്കും. ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഡ്രസ്സും എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആ ചേച്ചിയാണ് വാങ്ങിയിട്ടുള്ളത്. ഒരുപാട് ഡ്രസ്സ് മെറ്റീരിയൽസും സാരിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്
കേട്ടോ ചേച്ചി. അപ്പോൾ ഇന്നലെ എനിക്ക് മെസ്സേജ് ഇട്ടു വേദയുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞു. ഞാൻ കുറച്ച് മണി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യട്ടെ, അവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കും. ഞാൻ എറണാകുളമാണ്, എറണാകുളത്തുനിന്ന് ഞാൻ അങ്ങ് അവിടെ ഗിഫ്റ്റ് എത്തിക്കുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും, അതുകൊണ്ടാണെന്ന് പറഞ്ഞു കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് എറണാകുളം വരുമ്പോൾ കാണാം, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന എത്ര പേരാണ് ഉള്ളതെന്നറിയോ? കമൻറ്റ് ഇടുമ്പോൾ പറയും നീയൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഉറപ്പായിട്ടും അതെ. പക്ഷെ നിങ്ങളെപ്പോലുള്ള മോശം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന, എൻ്റെ ഹസ്ബൻഡിനെ സ്നേഹിക്കുന്ന, ഞങ്ങൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടാണ്. അല്ലാതെ നിങ്ങളെപ്പോലുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടല്ല ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത് കേട്ടോ. നോക്കി ആ നോട്ടീസിൽ എൻ്റെ കുഞ്ഞിൻ്റെ പേര് വന്നിട്ടുണ്ട്. എത്ര സന്തോഷമുള്ള കാര്യമെന്നറിയോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. നല്ല രീതിയിൽ വേദയ്ക്ക് അവിടെ അന്ന് കളിക്കാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമായിട്ടാണ് എനിക്കുള്ളത്. എന്തായാലും ഫുഡും വാങ്ങി ദീപ ചേച്ചിയും പ്രകാശനും കൂടി വരാമെന്ന് പറഞ്ഞു. 8-8:30 മണിയായപ്പോഴേക്കും അവരെത്തി. പക്ഷേ വാങ്ങിച്ചതല്ല, ചേച്ചി രാവിലെ എണീറ്റ് ഇഡ്ഡലി ഉണ്ടാക്കി, ചമ്മന്തി ഉണ്ടാക്കി, പിന്നെ രസവട മേടിച്ചിട്ട് വന്നു. ഇത്രയും സാധനങ്ങളാട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ളത്. പിന്നെ ചായയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചിട്ട് വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ പിന്നെ ഉണ്ടാക്കാമെന്ന് കരുതി മാവൊക്കെ ഇരുന്നു, അങ്ങനെ ഉണ്ടാക്കിയിട്ട് വന്നു എന്ന് കരുതി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. വേദയുടെ അപ്പം വന്നില്ല കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞില്ലേ റബ്ബർ വെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് റബ്ബർ വെട്ടി പാലെല്ലാം എടുത്ത് ഷീറ്റൊക്കെ അടിച്ചിട്ട് പതിയെ ഒരു 10 മണിക്ക് ശേഷം വരാമെന്നും പറഞ്ഞ് അച്ഛനെ വന്നിട്ടില്ല, അമ്മ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പ്രകാശേട്ടൻ ജോലിക്ക് പോവുകയാണ്. പ്രകാശേട്ടൻ ഇവിടെ പാങ്ങോട് മിലിറ്ററി ക്യാൻറ്റീനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ ഫുഡും കഴിച്ചിട്ട് തൊട്ടടുത്തില്ല, അപ്പോൾ തന്നെ ചേട്ടൻ അങ്ങ് ഇറങ്ങി. ഞങ്ങൾ എന്നിട്ട് അടുത്ത് വീണ്ടും കിച്ചണിലേക്കുള്ള പരിപാടികളിലേക്ക് പോവുകയാണ്. എന്തായാലും വേദ ഡബിൾ ഒക്കെ ആയിട്ടുണ്ട്. ഇന്നലെ വന്ന വീഡിയോയ്ക്ക് താഴെ ഞാൻ പതിവില്ലാതെ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് ആ വീഡിയോസിൻ്റെ കമൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. ഈവനിങ് ആയപ്പോൾ ഞാൻ ആ ഒരു കമൻറ്റ് സെക്ഷൻ ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ അമ്മോ, ഇത്രയും കമൻറ്റ്സ് ഞാൻ ഫേസ്ബുക്കിൽ മാത്രമേ നെഗറ്റീവായിട്ട് കണ്ടിട്ടുള്ളൂ. യൂട്യൂബിൽ ഇത് ഫസ്റ്റ് ടൈം ആട്ടോ. വേറൊന്നുമല്ല, ഞാൻ ആസാദ് ബ്രെഡ് ഫാക്ടറിയുടെ പേര് എടുത്ത് പറഞ്ഞു എന്നുള്ളതാണ് കുറ്റം. എന്തിന് ഞാൻ ആസാദ് ബ്രെഡ് ഫാക്ടറിയുടെ പേര് പറഞ്ഞു? അത് ശരിയായിട്ടുള്ള കാര്യമില്ല, ഇത് ശരിയായിട്ടുള്ള കാര്യമില്ല. കൊച്ചു വണ്ടർലായിൽ പോയി വന്ന് തിന്ന് അതിന് അസുഖം വന്നിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. വേദ വണ്ടർലായിൽ പോകുന്നത് ഫ്രൈഡേ ആണ്. സാറ്റർഡേ അവൾക്ക് പ്രോബ്ലം ഇല്ല, സൺഡേ പ്രോബ്ലം ഇല്ല. മൺഡേ ആണ് അവൾ വയ്യായിക വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ 2 ദിവസങ്ങളിലും വേദ പുറത്തുനിന്ന് ഫുഡും കഴിച്ചിട്ടില്ല. വേദയുടെ ബ്ലഡ് ടെസ്റ്റിൽ ഫുഡ് പോയിസൺ ആണെന്ന് പറയുന്നുമുണ്ട്. ഇവർ ചോദിക്കുന്നത് ഈ ആസാദ് ബ്രെഡ് ഫാക്ടറി എന്ന് പേര് പറഞ്ഞത് കൊണ്ട് അവർ കൊണ്ടുവന്ന് കേസ് കൊടുത്താൽ ഞാൻ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എൻ്റെ കൊച്ചിന് വയ്യാണ്ട് ഹോസ്പിറ്റലായി. ഇപ്പോൾ വേദയ്ക്ക് വലിയതായിട്ട് സംഭവിച്ചില്ല. പല കുട്ടികളും പല ക്രിട്ടിക്കൽ സ്റ്റേജിൽ പല സ്ഥലത്തു നിന്ന് കഴിക്കുന്നതിൽ നിന്നും ഉണ്ടാവാറുണ്ട്. കുട്ടികളെന്നല്ല വലിയവർക്കും വരാറുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ അല്ല എങ്കിൽ പോലും എൻ്റെ കുട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആയത് ഞാൻ കൊണ്ടുവന്ന് ഒരു പരാതി ഇത് ഈ കൊണ്ടുവന്ന് കൊടുത്താൽ അവരെനിക്ക് കോമ്പൻസേഷൻ തരേണ്ടി വരില്ലേ? ഇത് നിങ്ങൾക്ക് വിഡ്ഢികളായിട്ട് അഭിനയിക്കുന്നതാണോ, വിഡ്ഢികളാണോ? നിങ്ങളെന്താ അത് ചിന്തിക്കാത്തത്? പിന്നെ ചിലർ ആസാദ് ബ്രെഡ് ഫാക്ടറിയുടെ പേരെന്തിനായി എടുത്ത് പറഞ്ഞെന്ന് ചോദിച്ചിട്ടായിരുന്നു. അതെന്താ എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്കുണ്ടാവില്ലെന്ന് കരുതിയിട്ടാണ്. അല്ലാതെ അത് പൂട്ടിക്കെട്ടി പോവാനോ അല്ലാതെ അങ്ങനെ ചെയ്യാനോ ഇങ്ങനെ ചെയ്യാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഒന്നറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഒരു പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾക്കും ഇതുപോലെ ഇവിടെ നിന്ന് ഒരു ഫുഡ് പോയിസൺ അടിക്കുമ്പോൾ അന്ന് ശ്രീകുട്ടി പറഞ്ഞിരുന്നത് ശരിയാണ് എന്ന് തോന്നിയേക്കാം. ആർക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാലോ, അല്ലെങ്കിൽ അവൾ അന്ന് ഏത് സ്ഥലമാണെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞായിരിക്കും അടുത്ത കുറ്റം വരുന്നത്. ഞാൻ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞില്ല എങ്കിൽ, ആസാദ് ബ്രെഡ് ഫാക്ടറി എന്ന് പറഞ്ഞില്ല എന്നെങ്കിൽ അവൾ എന്തിനത് മറച്ചു വെച്ചു? അത് പറയേണ്ട പേരായിരുന്നു, ആവശ്യമില്ലാത്ത പറഞ്ഞില്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നായിരുന്നു അടുത്ത ചോദ്യം. അപ്പോൾ എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കെയറോട് കൂടി അവിടെ നിന്ന് കഴിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒന്നുകൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കടയുടെ പേര് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കാം. അതുകൊണ്ട് ആവശ്യമില്ലാതെ കയറി എന്തിനാണ് വെറുതെ ചൊറിയുന്നത്? ആ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അതിന് വയ്യായിക വന്നൊരു വീഡിയോ ഞാൻ ഇട്ടപ്പോഴേക്കും അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിടാനല്ലാണ്ട് എത്ര പേരാണ് ബർത്ത്ഡേ വിഷ് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നത്? കുറേ എണ്ണം അല്ലാതെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം. ആ വീഡിയോയിൽ എത്ര നല്ല കാര്യങ്ങളുണ്ട്, അതൊന്നും പറയാതെ ഈ നെഗറ്റീവ് മാത്രമേ. എങ്ങനെ കണ്ടുപിടിക്കണം ആ ഒരു കഴിവിനെ?
സമ്മതിച്ച് തന്നിരിക്കണം കേട്ടോ. അതുപോലെ എന്താ ഹോസ്പിറ്റലിൽ ഡോക്ടർ പൊറോട്ടയും ചിക്കനും തിന്നാൻ പറയാത്തതാണോ കുറ്റമെന്ന്? ഈ ഡോക്ടർ പൊറോട്ടയും ചിക്കനും തിന്നുന്നത് പറഞ്ഞത് അതിൻ്റെ അസുഖം വേറെ, ഇതിപ്പോൾ ഫുഡ് പോയിസൺ അടിച്ചതാണ്. അന്ന് ഡോക്ടർ കഴിക്കാൻ പറഞ്ഞത് അതിന് വേറെ അസുഖമായിട്ട് പോയി കിടന്നപ്പോഴാണ്. അതുകൊണ്ട് ഡോക്ടറെ ഞാൻ കുറ്റം പറഞ്ഞു കളഞ്ഞു. ഡോക്ടർ എന്താണോ പറഞ്ഞത് അതനുസരിച്ച് തന്നെയാണ് വേദയ്ക്ക് നോൺ വെജ് കഴിക്കരുതെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു പാർട്ടി ഈ ഒരു രീതിയിലേക്ക് മാറ്റിയത്. വളരെ മോശമാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സുഖം ഒരു 5-10 മിനിറ്റെങ്കിലും എടുക്കും കുത്തിയിരുന്ന് ഇത്രയും ടൈപ്പ് ചെയ്തെടുക്കാനായിട്ട്. ആ സമയം വരെ വേസ്റ്റ് അല്ലേ? എന്തിനാണ് അതിൻ്റെ ആവശ്യം? പിന്നെ എനിക്കൊരു സന്തോഷമുള്ളത് കുറ്റം കണ്ടുപിടിക്കാൻ അങ്ങനെ കുറച്ച് വ്യൂസും എനിക്ക് കിട്ടുന്നുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും ദീപ ചേച്ചിയൊക്കെ വേദയ്ക്ക് ഒരു ചോക്ലേറ്റും കാര്യങ്ങളും ഒക്കെ ഗിഫ്റ്റ് കൊടുത്തു. ചീമതേ അടുത്തെന്തോ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. മമ്മി ഇതേ 1000 രൂപ വേദയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ വേദ ഫുൾ ഹാപ്പിയാണ്. പക്ഷേ ഇന്നലെ കിടന്ന കിടപ്പിൽ വേദ ഇന്ന് എഴുന്നേൽക്കുന്ന പോലും ഞാൻ കരുതിയില്ല. അത്രയ്ക്ക് ഭയങ്കര സീരിയസ് ആയിട്ടാണ് വേദ ഇരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ എൻ്റെ കൊച്ചെണീറ്റപ്പോൾ ഉണ്ടല്ലോ ടബിളും ഒക്കെ ആയി പഴയതിലും സ്മാർട്ടായിട്ടോ. അത് കണ്ടപ്പോൾ മനസ്സിന് വലിയൊരു സന്തോഷം തോന്നി. ഒക്കെ ആയെങ്കിലും വേദ ഫുഡൊന്നും കഴിക്കുന്നില്ല. വേദയ്ക്കൊന്നും കഴിച്ചിട്ട് പറ്റുന്നില്ല, ടേസ്റ്റ് ശരിയാവുന്നില്ല, ഒന്നിനും ടേസ്റ്റ് ഇല്ല, വേണ്ട മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഫുഡൊന്നും കഴിക്കുന്നില്ല. വളരെ കുറച്ച് മാത്രമേ കഴിക്കുന്നുള്ളൂ. ഈവൻ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുത്താൽ പോലും അവൾക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ്. വെള്ളം പോലും കുടിക്കാൻ വേദയ്ക്ക് വലിയ മടിയാട്ടോ. ഇന്നത്തെ കാര്യം പറഞ്ഞതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വേദയ്ക്ക് ചിക്കൻ തന്നെയാണ് ഇഷ്ടം. ചിക്കൻ കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പിന്നെ ചിക്കനും കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒന്നും കഴിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്തായാലും വേദയ്ക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു സയൻസ് കിറ്റാണ് വേദയ്ക്ക് ചീമ ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം വേദയ്ക്ക് സയൻറ്റിസ്റ്റ് ആവാനാണ് ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ആ ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ചീമ ഒരു സയൻസ് കിറ്റല്ലേ, യെസ്, അത് കൊടുത്തത് കേട്ടോ. അപ്പോൾ വേദ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. കാരണം അതിലൊരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ടുണ്ട്. അതെല്ലാം കണ്ട് വേദ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കപ്പ വാങ്ങി, ചൂര മീൻ വാങ്ങി കേട്ടോ. ഇതെല്ലാം അടുപ്പത്ത് വെച്ചു. കിച്ചണൊക്കെ ആകെ കൂടി അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ആകെ കൂടി ഒരു കുഞ്ഞ് കിച്ചണുണ്ട്. അതിനകത്ത് കിടന്ന് എല്ലാവരും കൂടി വിരവി പറക്കി ഇതരിഞ്ഞ് അത് കട്ട് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് അവിടെ വെച്ച് ഇവിടെ വെച്ച് കിച്ചണിലെ സാധനങ്ങൾ വയ്ക്കാൻ കൂടി സ്ഥലം കിട്ടുന്നില്ല കേട്ടോ. അവിടെ നിന്ന് ചവിട്ടി ഇവിടെ നിന്ന് ചവിട്ടി കയറി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു കോലമായിട്ട് കിച്ചൺ കിടക്കുകയാണ്. ഇനി പണികളെല്ലാം കഴിഞ്ഞിട്ട് വേണം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാൻ. ക്ലീൻ ചെയ്താലേ കിച്ചൺ ഒന്ന് വൃത്തിയാവുള്ളൂ. നിങ്ങളെ കാണിക്കാൻ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളൂ കേട്ടോ. ഫുൾ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. കാരണം എന്തെന്നറിയാം, ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു കിച്ചണാണ്. അപ്പോൾ ഒന്നും വയ്ക്കാൻ പോലും ഉള്ള സ്ഥലമില്ല കേട്ടോ. എല്ലാം കൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് പോകുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഞാനും ഏട്ടനും വേദയും മാത്രമേ ഉള്ളൂ എങ്കിലും നമുക്ക് ഈ കിച്ചൺ ധാരാളമാണ്. ഇതുപോലൊരു ഫംഗ്ഷനും പാർട്ടിയൊക്കെ വരുമ്പോൾ എല്ലാവരും ഒക്കെ വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ 1-2 കറികൾ കൂടുതലൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് കിച്ചണിൽ നിന്ന് വയ്ക്കാൻ പറ്റില്ല, വയ്ക്കാനുള്ള സ്ഥലമില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ പാടുകളുള്ളത് കേട്ടോ. അങ്ങനെ ബീഫ് അടുപ്പത്ത് കിടന്ന് കുറേ സമയമായി വെന്ത് വന്നപ്പോഴേക്കും നമ്മൾ പായസം അടുപ്പത്തിലിട്ട് കേട്ടോ. ഇന്നലെ വരട്ടി വെച്ചിരുന്ന പായസമാണ് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ വെളിയിൽ വെച്ചു. എങ്കിലും ചെറിയ കട്ടയെല്ലാം ഉണ്ട്. 2-ാം പാലോ 3-ാം പാലോ ഒക്കെ ഒഴിച്ച് വയ്ക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ വരട്ടൽ ജോലി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ബാക്കി പായസം വെച്ചത് അമ്മയും ദീപ ചേച്ചി എൻ്റെ അമ്മയും കൂടിയൊക്കെയാണ് കേട്ടോ. എൻ്റെ അമ്മ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മ കാര്യമൊക്കെ പറഞ്ഞ് ഫുൾ റെസ്റ്റായിരുന്നു. ദീപ ചേച്ചി അമ്മയും കൂടിയാണ് തേങ്ങാപ്പാലൊക്കെ എടുത്ത് പായസം വയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ കൊതിക്കാണ് ഇന്ന് പായസം വയ്ക്കുന്നത്. എനിക്ക് പഴവും പപ്പടവും അടപ്പായസം കൂടെ കൂട്ടി കഴിക്കാനൊരു കൊതി കേട്ടോ. അതുകൊണ്ടാണ് എന്തായാലും അടപ്പായസം വയ്ക്കാമെന്ന് കരുതിയത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ എളുപ്പപ്പണി നോക്കിയിട്ട് സേമിയയോ പാൽപ്പായസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വയ്ക്കുന്നത്. ഇന്നിപ്പോൾ എന്തോ എനിക്ക് അടപ്പായസം വയ്ക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് അടപ്പായസം വയ്ക്കുന്നത്. പായസമൊന്നും വേണ്ടെന്ന് എല്ലാവരൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് എന്തോ പായസം വേണമെന്ന് തോന്നി. അപ്പോൾ സച്ചിൻ വന്നിട്ടില്ല കേട്ടോ. സച്ചിൻ ഉച്ചയാകുമ്പോൾ കഴിക്കാൻ കണക്കാക്കി വരും. സച്ചിന് വർക്ക് ഉണ്ടായിരുന്നു നൈറ്റ്. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. അപ്പോൾ കിടന്ന് ഉറങ്ങി നീറ്റൊക്കെ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. ഇവരെന്താണ് കാര്യം പറഞ്ഞ് നിൽക്കുന്നത്? യെസ്, ഗീത ചേച്ചി വന്നു കേട്ടോ. പ്രകാശ് ചേട്ടൻ്റെ ചേച്ചി വന്നു. അപ്പോൾ ചേട്ടനൊക്കെ പോയി, ചേട്ടൻ പോയി, രാഹുൽ പോയി, എല്ലാവരും പോയി കേട്ടോ. എവിടെ പോയി എന്ന് ചോദിച്ചാൽ അവർ തിരിച്ച് ഗൾഫിലേക്ക് പോയി. ചേട്ടനും രാഹുലും ഒക്കെ അവിടെ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. അവരെല്ലാവരും പോയി. ചേച്ചി മാത്രമേ ഉള്ളൂ. ചേച്ചിയും നാളെ കല്യാണം കഴിഞ്ഞ ഗോകുലും വൈഫും ഒക്കെ ഉണ്ട്. അവർ രാവിലെ വർക്കിന് പോകും. പിന്നെ ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ചേച്ചി ഇങ്ങോട്ടൊക്കെ വിളിച്ചു. അങ്ങനെ ചേച്ചിയും വന്നിട്ടുണ്ട്. ചേച്ചി ഊബറിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ചേച്ചി സ്വീകരിക്കാൻ നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നോക്കുന്നത്. ഇവരെന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗീത ചേച്ചി കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഗീത ചേച്ചി കണ്ടിട്ട് എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുക. ഗീത ചേച്ചി ഇറക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് കേട്ടോ. അങ്ങനെ ഒന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിന്നെങ്കിലും ഇപ്പോൾ എല്ലാവരും ഒക്കെ ആയി. ഉച്ചയ്ക്ക് ഒരു ഗംഭീര ഊണ് ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സാധനങ്ങളൊന്നും വേദയ്ക്ക് വേണ്ട. വേദയ്ക്ക് ഞാൻ ആക്ച്വലി രാത്രി മന്തിയും ഒരു കേക്ക് കട്ടിങ്ങും ചിക്കനും ബീഫും ഒക്കെ ബീഫും ചപ്പാത്തിയൊക്കെ വയ്ക്കാമെന്നാണ് കരുതിയത്.
പക്ഷേ വേദയ്ക്ക് വയ്യാത്തത് കൊണ്ട് ആ ഒരു ഈവനിങ് സെലിബ്രേഷൻ നമ്മൾ മാറ്റി വെച്ചുകൊണ്ടാണ് ഉച്ചയ്ക്കുള്ളൊരു സെലിബ്രേഷൻ. ശരിക്കും ഒക്ടോബർ 9 കന്നിമാസത്തിലെ ഭരണിയാണ് വേദ. അപ്പോൾ അന്നെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നപ്പോഴേക്കും എല്ലാവരുമൊക്കെ വന്നു. പിന്നെ ഇനി അന്നത്തേക്ക് ഇനി സെലിബ്രേറ്റ് ചെയ്യണ്ട, ഇന്ന് തന്നെ നമുക്കൊന്ന് ആഘോഷിച്ചേക്കാൻ നേരി. പക്ഷേ കേക്ക് കട്ടിങ്ങോ ഈ പറഞ്ഞ മന്തിയോ ചപ്പാത്തിയോ ഒന്നുമില്ല, ഉച്ചയ്ക്കൊരു ഊണ് അത്ര തന്നെ കേട്ടോ. എല്ലാവരൊക്കെ ഉള്ളപ്പോൾ ഒരു സന്തോഷം, അതൊരു പ്രത്യേക സന്തോഷം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഏറ്റവും വലിയ സന്തോഷം വേദയുടെ ഈ ഒരു ബർത്ത്ഡേ തന്നെയാണ്. ഇത് ഇന്നെന്നല്ല, എപ്പോഴും അങ്ങനെ കേട്ടോ. വേദ ജനിച്ച സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓണത്തിനൊന്നും വലിയ ആഘോഷമൊന്നും ഉണ്ടാവില്ല, ഒരു കുഞ്ഞ് സദ്യ വയ്ക്കുക അത്ര തന്നെ ഉണ്ടാവുന്നത്. പക്ഷേ വേദയുടെ ബർത്ത്ഡേയിലാണ് നമ്മൾ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യും. അതൊരു വലിയൊരു സന്തോഷം ഉള്ള, നമുക്കെല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഒരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. നിങ്ങൾ കരുതുന്നുണ്ടാവും ഗീത ചേച്ചി വന്നിട്ട് വീടിനകത്ത് പോലും കയറ്റാത്ത കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുകയെന്ന്. ഞാൻ എന്താണ് ഊബറിൻ്റെ കാര്യം എന്തോ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എത്ര രൂപയായി ഏതായി, വഴി തെറ്റിപ്പോകും കേട്ടോ. നമ്മുടെ ഇങ്ങോട്ടേക്ക് വരാൻ കുറച്ച് കുറുക്ക് വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ താഴെ വരെ ലൊക്കേഷൻ കാണിക്കത്തുള്ളൂ, മുകളിലൊക്കെ കാണിക്കില്ല. അപ്പോൾ ഇവർ വഴി കാണാണ്ട് ഇങ്ങനെയൊക്കെ കിടന്ന് ചുറ്റിക്കറങ്ങി അവിടെയൊക്കെ നടന്നു കേട്ടോ. അപ്പോൾ പിന്നെ വഴി പിടിച്ച കാര്യവും അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര രൂപ അഡീഷണൽ വാങ്ങി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്തേ ചേച്ചി വന്നിട്ടുണ്ട്, എൻ്റെ അമ്മ ചീമ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കള്ളിക്കാട് അച്ഛനും ഇല്ല, എൻ്റെ അച്ഛനും ഇല്ല കേട്ടോ. അച്ഛൻ കുറച്ച് ബിസി ആയിട്ട് ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ പരിപാടികളുമായിട്ട് അച്ഛൻ ബിസി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വന്നാൽ തിരിച്ച് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വന്നാൽ എല്ലാവരും നിൽക്കുന്ന കാണുമ്പോഴേ പിന്നെ പോകാൻ തോന്നത്തില്ല. അതൊക്കെ കൊണ്ട് അച്ഛൻ പിന്നെ അങ്ങ് മടിച്ചു. അച്ഛൻ പറഞ്ഞു ഈവനിങ് പാർട്ടി ഉണ്ടെങ്കിൽ ഞാൻ വരാം, ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഞാൻ വരുന്നില്ല, ഈവനിങ് ഉണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈവനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അച്ഛനും അങ്ങ് വന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു, സെലിബ്രേഷനായിട്ടില്ല ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ എല്ലാവരും കൂടിയൊക്കെ വന്നപ്പോൾ അതൊരു സെലിബ്രേഷൻ മൂഡായി. വേദയും ഓക്കെ ആയി. വേദയ്ക്ക് എന്തൊക്കെയോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. ദീപ ചേച്ചി കുറേ ചോക്ലേറ്റ്സ് കൊടുത്തു. ഗീത ചേച്ചി ചോക്ലേറ്റ്സും പെർഫ്യൂമും ഒക്കെ വേദയ്ക്ക് കൊടുത്തു. പിന്നെന്താണ് ചോക്ലേറ്റ്സൊക്കെ ശരിക്കും കിട്ടി കേട്ടോ. അപ്പം ഇതൊന്നും ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല, ഒരു 2 days കൂടെ കഴിഞ്ഞിട്ട് 2 days ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാം. കാരണം വയ്യാത്തത് കൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് കഴിച്ചാൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇന്നിപ്പോൾ വേദ ഓക്കെ ആയി നിൽക്കുകയാണ്. സത്യം കേട്ടോ, ഇന്നലെ ഇവള് എണീറ്റിട്ടില്ല. അപ്പോൾ എനിക്ക് അറിയാം കുറച്ചെങ്കിലും അവൾക്ക് ഓക്കെ ആണെങ്കിൽ അവൾ നടക്കും, നല്ല സ്മാർട്ടായിട്ട് നടക്കും. പക്ഷെ ഒട്ടും ഓക്കെ ആയിരുന്നില്ല, അവൾ കിറങ്ങി വീണ് കിടക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗ് എണീറ്റപ്പോഴേക്കും ചെറിയ പനിയൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. ഒരു പാരസെറ്റമോളെല്ലാം കൊടുത്തിട്ടാണ് കിടന്നത്. പക്ഷെ രാവിലെ ആയപ്പോൾ പനിയും ഒക്കെ മാറി അവൾ ഡബിൾ ഓക്കെ ആയിട്ടോ. ഭയങ്കര സന്തോഷമായപ്പോൾ. നമുക്കായാലും നമ്മുടെ കുട്ടികൾക്ക് വയ്യാതാകുമ്പോൾ ഒരു വല്ലാത്ത വിഷമം തന്നെയാട്ടോ. അതുപോലെ ഇതുപോലൊരു സ്പെഷ്യൽ ഡേ, അവളുടെ ഒരു ഡേ ഒക്കെ ആകുമ്പോൾ അവൾക്ക് തന്നെ വയ്യാതാകുമ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നും. എന്തായാലും ആ വിഷമമൊക്കെ മാറി കേട്ടോ. ഒന്നും ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മളൊന്ന് അടിച്ച് പൊളിച്ചാൽ. ഇന്ന് വേദ ഞാൻ സ്കൂളിൽ വിട്ടില്ല, കാരണം ഇന്നലെ അത്രയ്ക്ക് വേദയ്ക്ക് വയ്യായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഇപ്പോൾ ഫുഡ് പോയിസൺ അടിച്ച ഒരു ട്രിപ്പൊക്കെ കയറിയാലും ഞാനൊന്ന് ഓക്കെ ആവും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വേദയ്ക്ക് അത്രയും ഓക്കെ ആവുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും സ്കൂളിൽ വിടണ്ടെന്ന് കരുതി ഇന്നലെ ഒരു 6-7 മണിയായപ്പോഴേ വേദ ഉറങ്ങാനായിട്ട് പോയി. പിന്നെ വന്നത് 7 മണിയൊക്കെ ആയപ്പോഴാണ്. 7 മണിക്ക് അവൾ എണീറ്റ് വന്ന് ഓക്കെ ആയോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ആയെന്ന് പറഞ്ഞ് അവളെ സ്മാർട്ട്നെസ് കണ്ടപ്പോൾ മനസ്സിലായി അവൾ ഓക്കെ ആണ് എന്നുള്ളത്. പിന്നെ 7-7:30 മണിയായി കേട്ടോ. പിന്നെ അവൾ കുളിച്ച് റെഡിയായൊക്കെ വന്നപ്പോൾ ഒരു സമയമായി. പിന്നെ സ്കൂളിലൊന്നും വിട്ടില്ല. എന്തായാലും ഇന്നലെ അത്രയും വയ്യാതെ ഇരുന്ന സ്ഥലത്ത് ഇന്നിപ്പോൾ അവളങ്ങനെ സ്കൂളിൽ വിടണ്ടെന്ന് കരുതി അങ്ങനെ വേദ സ്കൂളിലും പോയില്ല. നോട്ട്സ് എല്ലാം ശരിക്കും എഴുതാനുണ്ട്, ഇന്നലത്തതുകൊണ്ട് ഇന്നത്തതുകൊണ്ട്. അവളപ്പോൾ ഒരു സൈഡിൽ ഇരുന്ന് നോട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സൈഡിൽ നിന്ന് നാരങ്ങ വെള്ളമെല്ലാം പിഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഗീത ചേച്ചിക്ക് ചൂടോടെ വന്നതല്ലേ, ഒന്ന് തണുപ്പിക്കാൻ കരുതി നാരങ്ങ വെള്ളമൊക്കെ എല്ലാവർക്കും കൂടി പിഴിഞ്ഞ് കുടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എന്നും എൻ്റെ വീഡിയോയ്ക്ക് ലെങ്ത്ത് കുറഞ്ഞു പോകണു എന്ന് പറയുന്നത് കൊണ്ട് ഇന്ന് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള വീഡിയോ ആണ്. സാവകാശം ഇഷ്ടം പോലെ ഇരുന്ന് കാണുക. ലെങ്തി വീഡിയോസ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇരുന്ന് കാണാം. സമയമുള്ളതുപോലെ ഇരുന്ന് കാണാം. നമ്മുടെ വീഡിയോസ് കാണാൻ താല്പര്യമില്ലെങ്കിൽ അത് കാണണ്ട, അതങ്ങ് വിട്ടേക്കൂ. എന്തിനാണ് ഇരുന്ന് കണ്ടിട്ട് അതിനെ ഇരുന്ന് കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് അതാണ് മനസ്സിലാകാത്തത്. നമ്മുടെ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ ശരി, എന്തിന് കാണണം? ആ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള 90 പേരുണ്ട്. ഈ 10 പേര് എന്തിനാണ് ഇഷ്ടമല്ലെങ്കിൽ കാണുന്നത്? എന്തിനാണ് വെറുതെ? കണ്ടാലല്ലേ ഇതുപോലുള്ള കമൻസ് ഇടാൻ പറ്റത്തുള്ളൂ, അത് വേറെ കാര്യം. ശരി, കണ്ടോളൂ. എന്തായാലും അങ്ങനെയെങ്കിലും കാണാൻ കുറച്ച് പേര് എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, സന്തോഷമുള്ള കാര്യം കേട്ടോ. അപ്പോൾ അത് ലഞ്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് മാങ്ങ അച്ചാർ, എൻ്റെ അമ്മ ഉണക്കച്ചെമ്മീൻ തോരൻ വെച്ചുകൊണ്ട് വന്നു. പിന്നെന്താണ്, മീൻ വറുത്തത്,
തോരൻ, ക്യാരറ്റ് മെഴുക്കുവരട്ടി, മുളക് ചതച്ചത്, കപ്പ, പപ്പടം, കപ്പ പുഴുങ്ങിയതുണ്ട്, കപ്പ ഇളക്കിയതുണ്ട്. ഇളക്കിയത് ആർക്കാണെന്ന് മനസ്സിലായല്ലോ, നമുക്ക് തന്നെയാണ്. ബീഫ് കറി, മീൻ കറി, ഒഴിച്ച് കറി, നമ്മുടെ വെള്ളരിക്കയും ഇട്ടിട്ടുള്ള ഒരു പുളിശ്ശേരി, ഇതേ മീൻ കറി. പുളിശ്ശേരി വേദയ്ക്ക് കരുതി വെച്ചതാട്ടോ. വേദയ്ക്ക് പുളിശ്ശേരിയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞു. പച്ചടി, ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറഞ്ഞത് കൊണ്ടാണ് വേദയ്ക്ക് കരുതിയാണ് പുളിശ്ശേരി വെച്ചത് കേട്ടോ. എന്തൊക്കെ വെച്ചാലും അവൾക്ക് ഇതൊന്നും വേണ്ട. രാവിലെ ഒരു ഇഡ്ഡലി കഴിച്ചു എങ്ങനെയെങ്കിലും. പിന്നെ വട വേണമെന്ന് പറഞ്ഞു. വട കഴിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് പിന്നെ കഴിക്കാനായിട്ട് നിന്നില്ല കേട്ടോ. ഡോക്ടർ എന്താണോ പറയുന്നത് അത് നമ്മൾ ഫോളോ ചെയ്യും. അല്ലാതെ നിങ്ങളൊക്കെ പറയുന്ന പോലെ ആ ഡോക്ടർ അത് പറഞ്ഞത് കൊണ്ട് ആ ഡോക്ടർ ഇഷ്ടമല്ല, ആ ഡോക്ടർ കൊള്ളില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്താണ് പറയുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് കേട്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. സത്യം നിങ്ങൾ പറയും നെഗറ്റീവ് കമൻറ്റ്സ് വിട്ടേക്കൂ, എന്തിനാണ് അതിന് മറുപടി കൊടുക്കാൻ പോകുന്നത്, വിട്ടേക്കൂ എന്ന് പറയും. നിങ്ങളത് പറഞ്ഞാലും എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു മനസമാധാനം കിട്ടത്തില്ല കേട്ടോ. അത് എൻ്റെ ഒരു രീതി അതായിപ്പോയി. അതിനനുസരിച്ച് അവർ നെഗറ്റീവ് കമൻസ് ഇട്ടുകൊണ്ടിരിക്കും, അതനുസരിച്ച് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടും ഇരിക്കും. എന്താ ചെയ്യുക, എന്താ പറയുക. ശരി, നമ്മളിതേ പായസമൊക്കെ ഓൾമോസ്റ്റ് അടുപ്പത്ത് കിടന്നാവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശർക്കര പാനി ഉണ്ടല്ലോ, കുറച്ചുകൂടെ ഉരുക്കി ഒഴിക്കുകയാണ്. ശർക്കര ലേശം മധുരം കുറവ് പോലെ തോന്നി, അപ്പോൾ കുറച്ചുകൂടെ മധുരം ഇടുകയാണ്. അപ്പോൾ 1/4 കിലോ പായസത്തിൻ്റെ ഇതിന് 1/2 കിലോ ശർക്കരയാണ് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ ഇന്ന് മനസ്സിലാക്കി. സാധാരണഗതിയിൽ ഈ സേമിയ, പാൽപ്പായസം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കും. പക്ഷേ ഈ അട, കടല വല്ലപ്പോഴോ, കടല എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പ്രാവശ്യം എന്തോ വച്ചിട്ടുള്ളൂ. അത് ഫ്ലോപ്പെന്ന് പറഞ്ഞാൽ കിടിലം ഫ്ലോപ്പായിരുന്നു. അട വച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അട വച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഒന്നും കണക്ക് വലിയ രീതിയിൽ അറിയത്തില്ല. അപ്പോൾ 1/4 കിലോ അട പായസം, കുത്തുവിളക്കിൻ്റെ 1/4 കിലോ അടയുടെ ഇതിന് 1/2 കിലോ ശർക്കരയാണ് ആവശ്യമായിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ പറ്റി ഇതോടെ. ഇനി അതിനൊരു കണക്ക് കിട്ടി കേട്ടോ. അത് കഴിഞ്ഞ് പായസം എല്ലാം വെച്ച് കഴിഞ്ഞ ശേഷം ആ ഒരു അടുപ്പത്ത് തന്നെ നമ്മുടെ നേരത്തെ വച്ചിരുന്ന ബീഫില്ലേ, അതിനെ അങ്ങ് തിരിച്ചെടുത്ത് വെച്ച് കേട്ടോ. രാവിലെ 8 മണിക്ക് എന്തോ വെച്ച ബീഫാണ് 12:30 1 മണി വരെ അടുപ്പത്ത് തന്നെ കിടന്നു വെന്ത് വന്നത് കേട്ടോ. അത്രയും വേവുണ്ടായിരുന്നു. അതുവരെയും വേവാതെ കിടന്നു. ഒരു 12 മണി വരെയൊക്കെ അത് കിടന്ന് ചെറിയ തീയിൽ കിടന്ന് വെന്താണ് വന്നത് കേട്ടോ. മിനിങ്ങാന്ന് നമ്മൾ കള്ളിക്കാട് വെച്ച ബീഫിൻ്റെ ഒരു ടേസ്റ്റ് കണ്ടിട്ടാണ് ഇന്നിപ്പോൾ ബീഫ് ഇവിടെ വാങ്ങിച്ചതേ. പക്ഷേ അത്രയും ആ ഒരു ടേസ്റ്റ് ഇന്ന് വെച്ച കറിക്കുണ്ടായില്ല. ബീഫിൻ്റെ ഒരു വ്യത്യാസം കൊണ്ടായിരിക്കും. ഇത് നമ്മുടെ പായസം വെച്ച ഉരുളി കഴുകി വൃത്തിയാക്കി എടുക്കുകയാണേ. നമ്മുടെ വെങ്കല ഉരുളി അല്ലേ? യെസ്, വെങ്കല ഉരുളിയാണ്. അതിന് വെങ്കലമാണെന്ന് തോന്നുന്നു. ഇത് ചിരവ കയറി എൻ്റെ കയ്യിൽ കൊണ്ടതാട്ടോ, കീറിക്കൊണ്ട് പോയി. അവിടെ ക്ലീൻ ചെയ്ത ബഹളമാണ്. അതിൻ്റെ ആ ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റ് വീണിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒന്ന് നീക്കിയതും അതങ്ങ് കീറിക്കൊണ്ട് പോയട്ടോ. അത് പിന്നെ വലിയ കാര്യമായിട്ട് കീറിയില്ല, ചെറിയ രീതിയിലേ കീറിയുള്ളൂ. യെസ്, നമ്മുടെ ഉരുളി അതിലാണ് പായസം വെച്ചത്. വിറകടുപ്പിലല്ലേ വെച്ചത്, അപ്പോൾ നല്ല കാര്യമുണ്ട്. അപ്പോൾ അതിനെ തേച്ച് വൃത്തിയാക്കിയൊക്കെ തന്നിട്ട് പോകുക കേട്ടോ ദീപ ചേച്ചി. ബീഫും ഒരൊറ്റത്ത് കിടന്ന് നല്ല രീതിയിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വെന്തിട്ടത് വയ്ക്കാമെന്ന് വെച്ചാൽ സമയത്ത് കാര്യം നടക്കില്ല. അപ്പോൾ ഇതൊന്ന് വെന്ത ശേഷം അതിനെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ പായസം വെച്ചത് കേട്ടോ. ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴേക്കും അച്ഛൻ വന്നു. അവിടെ വെട്ടും പാലെടുപ്പും ബഹളമൊക്കെ ആയിട്ട് ഉള്ളത് കൊണ്ടാണ് വരാതെ നിന്നത്. പാലൊക്കെ എടുത്ത് ഷീറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഒരു 10-11 മണിയായപ്പോഴേക്കും അച്ഛൻ വന്നു. എൻ്റെ അച്ഛൻ വന്നില്ല കേട്ടോ. അവിടെ ഭയങ്കര ബിസി കൺസ്ട്രക്ഷൻ പണികളുമായിട്ട് ഭയങ്കര ബിസിയായിട്ട് നിൽക്കുകയാണ്. ഈ പറഞ്ഞ പോലെ അച്ഛൻ കൂടെ നിന്നില്ല എങ്കിൽ പണികളൊക്കെ കറക്റ്റ് നടക്കത്തില്ല. അതുകൊണ്ട് അച്ഛനെ ഇട്ടിട്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അച്ഛൻ അവിടെ അതിഗംഭീരമായിട്ട് ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് അച്ഛൻ വരില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കേട്ടോ. ഭയങ്കര ആത്മാർത്ഥതയാണ് അച്ഛൻ ഈ വക കാര്യങ്ങൾക്കെല്ലാം. എന്തായാലും പായസം ചട്ടിയൂടെ കഴുകി കമത്തിയതോടുകൂടി നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈ ദിവസത്തെ ജോലികളെല്ലാം ഏകദേശം കഴിഞ്ഞു. ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് ജോലിയെല്ലാം കഴിഞ്ഞു കേട്ടോ. കിച്ചണെല്ലാം അടിപൊളിയാക്കി ക്ലീൻ ചെയ്തു. ജോലികൾ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്താലേ വൃത്തിക്ക് കിടക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുക, അരിയോ പറക്കുക, തേങ്ങ ചിരണ്ട്, തേങ്ങ മിക്സിയുടെ ജാറിലൊക്കെ ഇടുമ്പോൾ ഫുൾ അവിടെ പൊടിയും അഴുക്കും ഒക്കെ ആവും കേട്ടോ. കംപ്ലീറ്റ് ജോലി കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ ക്ലീനായിട്ട് കിടക്കും. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ്. കിച്ചണിൻ്റെയൊക്കെ ഫുൾ ജോലി കഴിഞ്ഞിട്ടാണ് ഞാൻ വീട് ഫുൾ ക്ലീൻ ചെയ്യുന്നത്. ഞാനല്ല, നമ്മുടെ ഡോബി ഫുൾ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ.
അപ്പം എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നീട് വൃത്തികേടാവില്ല. ഇത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഒന്നേന്ന് അടുക്കള പണികൾ കഴിയുമ്പോൾ വീണ്ടും ഒന്നേന്ന് ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ദിവസം ഒരു സമയം മാത്രമേ, അത് മുമ്പായാലും ഡോബി വന്ന ശേഷമായാലും ക്ലീൻ ചെയ്യത്തുള്ളൂ. ഡോബി എന്ന് പറയുന്നത് നമ്മുടെ റോബോട്ടാട്ടോ. പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇപ്പോൾ പറയുന്നത് അവൾ തള്ളം കൊണ്ട് വന്നിട്ടുണ്ടെന്ന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ, സത്യം. എന്താ പറഞ്ഞു വന്നത്, ഞാൻ ദിവസം ഒരു നേരം മാത്രമേ വീട് ക്ലീൻ ചെയ്യാറുള്ളൂ. 2 നേരമൊക്കെ ചിലർ ക്ലീൻ ചെയ്യുന്നവരുണ്ട്. എൻ്റെ അമ്മയൊക്കെ 2 നേരമൊക്കെ തൂക്കാറും തുടയ്ക്കാറും ഒക്കെ ഉണ്ട്. തുടയ്ക്കാറില്ല, രാവിലെ ഒരു നേരം തുടയ്ക്കത്തുള്ളൂ. തൂക്കുന്നത് 2 നേരമൊക്കെ തൂക്കാറുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ കാരണമുണ്ട്. നമ്മുടെ അവിടെയൊക്കെ ഇട്ടിരിക്കുന്ന ടൈൽസ് വൈറ്റ് കളറാണ്. അത് ഞാൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിപ്പിച്ചു. അന്ന് ഞാൻ വീട് പണി നടക്കുമ്പോൾ എൻ്റെ വീട്ടിലെ ടൈൽസ് എനിക്ക് വൈറ്റ് കളർ വേണ്ടാന്ന് ഞാൻ ഒരേ പിടിവാശിയായിരുന്നു. അതുകൊണ്ടൊരു ബ്രൗൺ കളർ ടൈൽസാണ് നമ്മളെ വീട്ടിൽ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അഴുക്കൊക്കെ ആയാലും പെട്ടെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, വീടിനൊരു പോസിറ്റീവ് എനർജി ആ ഒരു ഡാർക്ക് കളർ വരില്ല. ഒരു വൈറ്റ് കളറാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. ആ ഒരു വ്യത്യാസം എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തു. പിന്നീട് അതൊരു അബദ്ധമായിട്ട് എനിക്ക് തോന്നി. വൈറ്റ് ആയിരുന്നെങ്കിൽ കുറച്ച് നമ്മൾ ക്ലീൻ ചെയ്തിടുന്ന പാടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നമുക്ക് വീടിരുന്നാനെ. ഇത് മൊത്തത്തിലൊരു ഡാർക്കാട്ടോ, ഒരു കറുത്ത ടൈല് വരുമ്പോൾ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളുടെ കഴിഞ്ഞ കാര്യങ്ങൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനി എപ്പോഴെങ്കിലും കാശൊക്കെ കിട്ടുമ്പോൾ ഇതെല്ലാം കുത്തിപ്പൊളിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വെക്കണം. സത്യം പറഞ്ഞാൽ അന്നത്തെ ഒരു രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ വീട് വെച്ചു. ഇപ്പോൾ ട്രെൻഡൊക്കെ മാറിയപ്പോൾ ഇനി വീട് മാറ്റേണ്ട രീതിയായി. ഇപ്പോഴൊന്നും കാശില്ല കേട്ടോ. ഇനി ഈ വീട്ടിൽ ഞാൻ ഒരുപാട് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾക്കായിട്ട്. അതുകൊണ്ട് ഈ വീട് കൊടുത്തിട്ട് പോകാനും നമുക്ക് തോന്നത്തില്ല. എനിക്കൊരു ഫ്ലാറ്റിൽ താമസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതൊന്നും ഒട്ടും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇനി എപ്പോഴും ഇവിടം തന്നെയാണ് സ്വർഗം. ഇവിടെ നിന്നൊരു മാറ്റം ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ വലിയ രീതിയിലൊരു മാറ്റം എവിടെയെങ്കിലും സംഭവിക്കട്ടെ. ഇനി അല്ലാതെ നമുക്കിവിടെ നിന്ന് ഇവിടെ ആയിട്ട് നമ്മൾ ഓക്കെയാണ്. എല്ലാം കൊണ്ടും നമുക്ക് ഈ ഒരു ഏരിയ ആയാലും വീടായാലും എല്ലാം ഞാൻ പറഞ്ഞില്ലേ, കുറേ പൈസ നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കതിൽ അങ്ങോട്ട് മാറണം എന്ന്. പക്ഷേ എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങണം, അവിടെ താമസിക്കണം എന്നൊരാഗ്രഹം വളരെ പണ്ട് മുതലേ ഉള്ളതാണ്. കുറച്ച് നാളൊക്കെ താമസിക്കാൻ പറ്റും. നമുക്കത് റെഗുലറായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫ്ലാറ്റ് ലൈഫ് അറിയത്തില്ല. പക്ഷേ ഇവിടെ വിട്ട് പോകാനും നമുക്ക് തോന്നുന്നില്ല. അപ്പം റെനോവേറ്റൊക്കെ ചെയ്യണം. അതൊക്കെ ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റെനോവേറ്റൊക്കെ ചെയ്തെടുക്കണം. ഓൾറെഡി പെയിൻറ്റിങ്ങിനുള്ള ടൈമൊക്കെ ആയി കിടക്കുകയാണ്. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, പിന്നീട് ചെയ്യാം, എപ്പോഴെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയിട്ട് നാളെ നീളെ പൊക്കോണ്ടിരിക്കുക കേട്ടോ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ജോലികളെല്ലാം കഴിഞ്ഞ് എല്ലാവരൊക്കെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ആ സമയം പോയി കുളിച്ചിട്ട് വരാമെന്ന് കരുതി. ജോലികൾ കഴിയാണ്ട് കുളിച്ചിട്ട് വന്നാൽ വീണ്ടും വിയർത്ത് ഒരു കോലാവും കേട്ടോ. അതുകൊണ്ട് ജോലികളെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ കുളിക്കാനായിട്ട് പോവുകയാണ്. മീനൊക്കെ കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോയി. എന്നിട്ട് വന്ന് വീണ്ടും കുറച്ച് സമയം കാര്യമൊക്കെ പറയാനിരുന്നപ്പോഴേക്കും അച്ഛൻ ചോറ് കഴിക്കാൻ വന്നു കേട്ടോ. സമയം 12:45 എന്തോ ആയി. ചോറ് കഴിക്കാൻ വന്നപ്പോഴല്ലേ ഗംഭീരമായിട്ടുള്ള കാര്യം. ചോറ് നമ്മൾ അരി വടിച്ചിട്ടില്ല. ഇനി അരി വടിച്ചാലേ ചോറ് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇതറിഞ്ഞ അമ്മയ്ക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതേ പൊത്തി കണ്ണ് മൂടിയൊക്കെ അതേ ചിരിക്കുന്നുണ്ട്. കാരണം അച്ഛൻ കഴിക്കാൻ വന്നിരുന്നു, ചോറായിട്ടില്ല. ഇനി ചോറ് അരി വടിച്ചാലല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ കപ്പയും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ അച്ഛനൊക്കെ കപ്പ കഴിച്ചിട്ട് ശേഷം ചോറ് കഴിക്കത്തുള്ളൂ. ഞാനാണെങ്കിൽ ചോറും കപ്പയൊക്കെ ഒരുമിച്ച് കഴിക്കും കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അച്ഛൻ കപ്പ കഴിക്കുന്ന സമയം കൊണ്ട് ചോറ് നമുക്ക് വടിച്ചെടുക്കാമെന്ന് കരുതി. വേദയ്ക്ക് കപ്പയൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. അമ്മ വയ്ക്കാൻ പോയി. ഞാൻ പറഞ്ഞു വയ്ക്കരുത്, വേദയ്ക്ക് കപ്പയൊന്നും കഴിക്കണ്ട, കാരണം ഗ്യാസ് അല്ലേ, കഴിച്ചാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് വേദയുടെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വേദയും അപ്പൂപ്പനല്ലേ എപ്പോഴും ഒരുമിച്ചിരിക്കുന്നവർ. ഇന്നിപ്പോൾ വേദയ്ക്ക് കറികളൊന്നും വേണ്ടാത്തത് കൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ഒരുമിച്ചിരുന്നാലും അപ്പൂപ്പനും മോളും കൂടെ ഒരുമിച്ചിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ബർത്ത്ഡേ ഗേളല്ലേ, അപ്പോൾ 2 പേരും കൂടി ആദ്യം ഇരുന്ന് കഴിക്കട്ടെ എന്ന് കരുതി അച്ഛന് കപ്പയും മുളക് ചമ്മന്തിയും ബാക്കി കറികളൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ആ സമയം നമ്മൾ അരി വടിക്കുക കേട്ടോ. എന്നെക്കൊണ്ട് ഈ വലിയ കലത്തിൽ അരി വടിക്കാൻ പറ്റത്തില്ല. കുഞ്ഞു കലം നമ്മൾ 3 പേർക്ക് വേണ്ടിയിട്ടിരുന്ന കുറച്ച് അരി, അത്രയൊക്കെ എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ. ഇതിപ്പോൾ 3 ഗ്ലാസ്സോ 4 ഗ്ലാസ്സോ അരി എന്തോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ എന്നെക്കൊണ്ട് അരി വടിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ചേച്ചി തന്നെ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. ദീപ ചേച്ചിയുടെ അവിടെ ഇങ്ങനെ അരി വടിച്ചിടുന്നൊരു സാധനമുണ്ട് കേട്ടോ. എൻ്റെ ആ സാധനമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഞാനും വേദ ഏട്ടനും മാത്രം ഉണ്ടാവും. കുറച്ച് അരി മതിയാവും. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ.
പക്ഷെ ഇതുപോലെ ഒരുപാട് ക്വാണ്ടിറ്റി ഐറ്റംസ് വരുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക. ചില കറികളൊക്കെ നമ്മൾ കുറച്ചുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മളത് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഫ്ലോപ്പായി പോകും. അത് കറികളായാലും ചിലപ്പോൾ പായസം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് വെച്ചാലും ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വയ്ക്കുമ്പോൾ നമുക്ക് അളവ് അറിഞ്ഞുകൂടാണ്ട് അത് വല്ലാതെ ബുദ്ധിമുട്ടും കേട്ടോ. അങ്ങനെ എന്തായാലും അച്ഛനും ഇങ്ങനെ മരിച്ചിനി കഴിക്കുന്ന സമയം, കപ്പ കഴിക്കുന്ന സമയം ഒരു സെക്കൻഡ് തിരുവനന്തപുരം കയറി വന്നതാട്ടോ. അതിനിപ്പോൾ എന്താ കുഴപ്പമല്ലേ? മരിച്ചിനി കഴിക്കുന്ന സമയം എന്ത് ചെയ്തു, നമ്മൾ അരി ഊറ്റി എടുത്തു കേട്ടോ, ചോറ് ഊറ്റി മാറ്റിയെടുത്തു. ഇതൊക്കെ ട്രിവാൻഡ്രം ഭാഷകളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതിനെയൊക്കെ വേറെ എന്ത് പറയുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. അരി വടിച്ചെടുക്കുക, അരി ഊറ്റിയെടുക്കുക എന്നൊക്കെ തന്നെയാട്ടോ പറയുന്നത്. എന്നിട്ട് വേദയ്ക്കും വേദയുടെ അപ്പൂപ്പനും കൂടി കുറച്ച് ചോറ് കൊടുത്തു. വേദ കരുതിയിട്ടാണ് വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കിയത്. വേദ അത് തൊട്ട് നോക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് തൈരും കൂട്ടി മതി എന്ന് പറഞ്ഞിട്ട് തൈര് ഒഴിച്ചു കൊടുത്തു, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. അതും അവൾ തൊട്ട് നോക്കിയിട്ടില്ല. പപ്പടമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതിനൊക്കെ കുഴച്ച് വെച്ചിട്ട് അവൾ കഴിച്ചില്ല കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു പായസം കുടിക്ക് എന്ന് പറഞ്ഞപ്പോൾ വേദ പറഞ്ഞു വേദയ്ക്ക് പായസം വേണ്ടെന്ന്. വേദ പായസം ഒന്നും കഴിക്കത്തില്ല കേട്ടോ. ബോളിയും പാൽപ്പായസം ആണെങ്കിൽ കഴിക്കും, സേമിയയും ബോളിയും ഉണ്ടെങ്കിൽ കഴിക്കും, അല്ലാതെ വെറുതെ പായസമായിട്ടും കഴിക്കത്തില്ല. അല്ലാതെ പാൽപ്പായസമോ അങ്ങനെ സേമിയ പായസമോ ഒന്നും ഇഷ്ടമല്ല. ബോളി ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ കൂട്ടി അവൾ കഴിക്കും. അല്ലാതെ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും വേദയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അറിയാമല്ലോ, നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണെങ്കിൽ അറിയാം വേദയ്ക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത്. ചിക്കൻ തന്നെ കേട്ടോ. അവൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് എപ്പോഴും ചിക്കൻ കൊടുക്കുന്നത്. ഇഷ്ടമല്ല, നല്ലതല്ല എന്ന് നമുക്കും അറിയാം. പക്ഷെ അവൾ 2 ദിവസം കഴിക്കാതിരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നിയിട്ടാണ് വേണമെന്ന് ചോദിക്കുമ്പോൾ വേണമെന്ന് പറയും അങ്ങനെ വാങ്ങുന്നതും. പിന്നെ എവിടെ നിന്നെങ്കിലും കറങ്ങി തിരിഞ്ഞ് വേദയ്ക്ക് ചിക്കൻ മിക്കവാറും ഉണ്ടാകും കേട്ടോ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ വാങ്ങിയില്ല എന്ന് വെച്ചോളൂ, കള്ളിക്കാട് പോയാൽ അവിടെ ഉണ്ടാവും, ദീപശ്രീ ടൗൺ പോയാൽ അവിടെ ഉണ്ടാവും, നെട്ടയത്ത് പോയാൽ അവിടെ ഉണ്ടാവും. എവിടെ നിന്നെങ്കിലും വിലയ്ക്ക് കറങ്ങി തിരിഞ്ഞ് കിട്ടും. ഒന്നുമില്ല, നമ്മളിവിടെ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ അപ്പുറം ഇപ്പുറം ഒക്കെ ഇതുപോലെ എന്തെങ്കിലും പാർട്ടി ഫംഗ്ഷനൊക്കെ വരും, അവിടെ പോവും കഴിക്കും. അല്ലെങ്കിൽ കല്യാണം വരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നിട്ട് എവിടെ നിന്നായാലും വേദയ്ക്ക് കറങ്ങി തിരിഞ്ഞ് ചിക്കൻ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അല്ലാതെ ഇപ്പോൾ നമ്മളവൾക്ക് വാങ്ങി കൊടുക്കണമെന്ന് തന്നെ ഇല്ല കേട്ടോ. എവിടെ നിന്നെങ്കിലും കിട്ടിക്കോളും. കടയിൽ നിന്നായാലും പുറത്തുനിന്നായാലും കല്യാണമായാലും അങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും എങ്ങനെയായാലും കിട്ടും കേട്ടോ. അവസാനം അച്ഛൻ സദ്യ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അടപ്പായസം കൂട്ടി കഴിക്കുക കേട്ടോ. പായസവും പഴവും പപ്പടവും കൂടെ കൂട്ടി കഴിക്കണം. എന്താ കോമ്പിനേഷൻ എന്നറിയോ? ചിലർക്കൊന്നും അത് ഇഷ്ടമല്ല. പക്ഷേ ആദ്യം എനിക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ, ഇത് എന്ത് കോമ്പിനേഷനാണെന്ന് ഞാൻ കരുതി. പക്ഷേ ഒരു പ്രാവശ്യം അങ്ങനെ കഴിച്ചപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അതിനുശേഷം ഞാൻ കഴിക്കും. ഇപ്പോൾ നമ്മൾ സദ്യയൊക്കെ കഴിക്കാൻ പോയാലും ഞാൻ വെള്ളം ആദ്യം കുടിക്കും, കുടിച്ചിട്ട് ആ കപ്പ് വെച്ചിരിക്കും, എനിക്ക് അതിലൊഴിച്ച് തരാൻ പറയും. അങ്ങനെ അവരതിലൊഴിച്ച് തരുമായിരുന്നേ. ഒരു ദിവസം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നല്ല അറിയണമല്ലോ എന്ന് കരുതി കഴിച്ചു നോക്കിയതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. എനിക്കിഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതുപോലെയാണ് ഞാൻ എല്ലായിടത്തും പോയി കഴിച്ചിട്ട് നെഗറ്റീവ് പറയുമെന്ന്. എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ നല്ലതെന്ന് തന്നെയാണ് പറയുന്നത്. മോശമെന്നും പറയും. അതിപ്പോൾ ഏത് സാധനമായാലും, ഫുഡ് തന്നെ ആവണമെന്നില്ല, എന്ത് സാധനമായാലും നല്ലതാണെങ്കിൽ അതിനെ നല്ലതെന്ന് പറയുക, മോശമാണെങ്കിൽ അതിനെ മോശമാണെന്ന് പറയുക. അങ്ങനെയല്ലേ? നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ ഞാൻ നല്ലതെന്ന് പറഞ്ഞിട്ടില്ലേ? അതൊന്നും ആരും കാണില്ല കേട്ടോ. നമ്മൾ മോശം പറയുന്നതും മോശം ചെയ്യുന്നതും മാത്രമേ കാണത്തുള്ളൂ. അതിനെ കണ്ടുപിടിച്ച് ആക്കിയെടുക്കുന്നതാണ് കേട്ടോ. അതിൽ മോശം ഉണ്ടാവില്ല, അതിനെ അവരെ മോശമാക്കി എടുക്കുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇതെല്ലാം ഇടയ്ക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. എൻ്റെ കുഴപ്പമില്ല, സോറി. ഓക്കെ, അപ്പോൾ വേദ പായസം കുടിച്ചിട്ട് കാണിക്കുന്ന റിയാക്ഷൻ നോക്കിയേ. വേദയ്ക്ക് ഇഷ്ടമല്ല, ഇതൊന്നും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ വയ്യാതെയും കൂടി ഇരിക്കുന്നത് കൊണ്ട് വേദയ്ക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ചോറ് കഴിച്ചില്ല കേട്ടോ. ശകലം ലേശം ഇങ്ങനെ എല്ലാം ഇട്ടൊന്ന് വിരവി വെച്ചിട്ട് അതിനെ തിരിച്ച് മടക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു സ്വീറ്റ് എന്തെങ്കിലും ബർത്ത്ഡേ ആയിട്ട് കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവളുടെ വായിൽ കുറച്ച് ആ പായസം ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും ഒരു വൃത്തികെട്ട റിയാക്ഷനും ഇട്ട് അവൾ കഴിച്ചില്ല കേട്ടോ. പായസവും വേണ്ട, അവൾക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വേദയും അപ്പൂപ്പനും കൂടി ചോറെല്ലാം കഴിഞ്ഞ് എണീറ്റു. അത് കഴിഞ്ഞ് ബാക്കി എല്ലാവർക്കും കൂടി ഇരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴേക്കും സച്ചിൻ വന്നില്ലല്ലോ. സച്ചിൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും കണ്ടില്ല. അപ്പോൾ സച്ചിനും കൂടെ വന്ന ശേഷം കഴിക്കാൻ കരുതി. സച്ചിൻ 1 മണിയൊക്കെ ആയപ്പോൾ എത്തി കേട്ടോ. എവിടെ സച്ചിൻ ഇപ്പോൾ വരും എന്ന് ചീമ പറയും. അപ്പോൾ പറഞ്ഞു സച്ചിൻ വന്നിട്ട് എന്നാൽ പിന്നെ കഴിക്കാമെന്ന് കരുതി. ആ സമയം നമ്മുടെ ബീഫിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. മെനിങ്ങാന്ന് കള്ളിക്കാട് നിന്ന് കഴിച്ച രുചി കണ്ടിട്ടാണ് ഇന്നിപ്പോൾ പോയി ബീഫ് വാങ്ങിച്ചത് കേട്ടോ. പക്ഷെ അതിൻ്റെ 7 അയൽക്കത്തിലെ ഈ സാധനം ആ ഒരു ടേസ്റ്റൊന്നും ഇതിനില്ല കേട്ടോ. ഇറച്ചി അത്രയും ടേസ്റ്റ് ഇല്ല. കണ്ടോ, നമ്മൾ വീട്ടിൽ വെച്ച സാധനം പോലും കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്നാണ് ഞാൻ പറയുന്നത്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. മെനിങ്ങാന്ന് കള്ളിക്കാട് വെച്ച്
ബീഫ്, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എന്തോ അടിപൊളി ടേസ്റ്റായിരുന്നു അത്. എനിക്കറിയില്ല അത്രയും ടേസ്റ്റോട് കൂടി. എനിക്ക് ബീഫൊന്നും എനിക്ക് അത്ര താല്പര്യമുള്ള സാധനമല്ല. കഴിക്കില്ല എന്നല്ല, എങ്കിലും അത്രയും സ്വാദോടു കൂടി ആസ്വദിച്ച് ഞാൻ കഴിച്ചത് അന്നാണ് കേട്ടോ. ആ ഒരു ടേസ്റ്റ് ഇന്ന് ഇവിടെ വെച്ചപ്പോൾ ഈ ബീഫിനില്ല. ബീഫ് ഒരു ടേസ്റ്റ് ഇല്ലാതെ ഇരിക്കട്ടെ, ഒരു ചവർ പോലെ ഇരിക്കുകയാണ് ബീഫ്, ഒരു രുചിയില്ലാത്ത. രാവിലെ 8 മണിക്ക് വെച്ച സാധനം ഇപ്പോഴും അടുപ്പത്ത് കിടക്കുന്നതേ ഉള്ളൂ. അത്രമാത്രം ആ ഒരു മീറ്റിന് വേവും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സച്ചിനൂടെ വന്ന ശേഷം കഴിക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയം നമ്മളിത് എല്ലാവരും കൂടി വട്ടമേശ സമ്മേളനം പോലെ ഇരുന്ന് കാര്യമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തൊക്കെ പറയാൻ, അതൊരു രസം തന്നെയാണ് കേട്ടോ. എല്ലാവരും കൂടെ ചുറ്റിനും കൂടി ഇരുന്ന് കാര്യങ്ങളും കഥകളും ഒക്കെ പഴയതും പുതിയതുമായിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തരെ കളിയാക്കിയും തമാശയൊക്കെ പറഞ്ഞ്. ഇന്നത്തെ നമ്മുടെ ഇരയെന്ന് പറയുന്നത് അമ്മയാണ്. അമ്മയിട്ട് നമ്മൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് വീട്ടിലെ അമ്മയുടെ അച്ഛൻ്റെയും വഴക്കും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ വഴക്ക് കൂടാത്ത വീടുകൾ ഏതാ ഉള്ളത്? പക്ഷേ അച്ഛൻ്റെ അമ്മയുടെയും വഴക്കെന്ന് പറയുന്നത് ഒരു കോമഡി വഴക്കാണ് കേട്ടോ. അതിനെയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ ഹാസ്യരൂപേണ ആക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലിവിടെ ഞാനും ഏട്ടനും മിനിറ്റിനാട്ടോ വഴക്ക് കൂടും. അപ്പം തന്നെ അത് കോംപ്രമൈസ് ആവും. പെട്ടെന്ന് സെക്കൻഡ്സിലാണ് വഴക്കുണ്ടാകുന്നത്. അതുപോലെ എല്ലാ വീടുകളിലും വഴക്കുണ്ടാവില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ നെട്ടയും വീട്ടിലെ വഴക്കും കാര്യങ്ങളൊക്കെയാണ് സംസാര വിഷയമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും കേട്ടിരിക്കുമ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എന്ത് രസമാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് മറിഞ്ഞ്. ഓരോ കഥയെ നമ്മളത് പല രീതിയിൽ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ചിരിച്ച് പറഞ്ഞൊക്കെ ഇതാക്കുമ്പോൾ ഭയങ്കര രസം കേട്ടോ എല്ലാവരും കൂടെ ആയിട്ടിരിക്കുമ്പോഴേക്കും. അപ്പോഴേക്കും സച്ചിൻ വന്നത് ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. സച്ചിനോട് ചോദിക്കുകയാണ് ചീമ വഴക്കുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടാണ് ഈ ബഹളം വെക്കുന്നത് കേട്ടോ. അപ്പോൾ സച്ചിൻ പറഞ്ഞ് ചീമയും വഴക്കുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ചീമ പാവമില്ലേ, ചീമ വഴക്കുണ്ടാക്കുമോ? അപ്പോൾ സച്ചിൻ പറയാണ് ചീമ വഴക്കുണ്ടാക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ എല്ലാവരുടെ ഭാഗത്തും അറ്റകുറ്റ പണികളെല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കൊക്കെ കൂടാറുണ്ട്. അപ്പോൾ അതാണ് സംസാരിച്ചത്. അപ്പോൾ ചീമ പാവമെന്നാണ്. ഇപ്പോഴത്തെ ഏര ചീമയാണ് കേട്ടോ. ഇപ്പോഴത്തെ ഏര അതെ അമ്മ എന്തൊക്കെയായിരുന്നു കാണിക്കുന്നു നോക്കിയേ. അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാവരുടെ വീട്ടിലും സംഭവിക്കുന്ന വഴക്കും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചിരിച്ച് മറിഞ്ഞിരിക്കുകയാണ്. അതിനിടയ്ക്ക് എന്നെയും പിടിച്ച് ഇരയാക്കിയിട്ടുണ്ട്. ആരും വെറുതെ വിട്ടില്ല കേട്ടോ, എല്ലാവരും പിടിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഏട്ടൻ അതിനിടയ്ക്ക് നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. പൊന്നുൻ്റെ കൂടെ ചോദിക്കുകയാണ്, വേദയോട് ചോദിക്കുകയാണ് ഇവിടെ ആരാടാ പ്രശ്നം പറയടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ വേദ ഇരുന്ന് അങ്ങനെ രണ്ടുപേരെ നോക്കിയിട്ട് ഞാൻ നോക്കുമ്പോൾ തിരിച്ചിട്ട് എന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരകളായിക്കൊണ്ടിരിക്കുന്ന കഥകളാണ് നിങ്ങളെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ അടുത്ത് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. വേദയ്ക്ക് ഇതേ ഒരു ബബ്ലി എല്ലാം സച്ചിൻ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. ചീമ എന്താ സയൻസ് കിറ്റ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് പരീക്ഷണം ഒരു മേള ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ബർത്ത്ഡേ ഇല്ലയെന്ന് പറഞ്ഞിരുന്നിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. സെലിബ്രേഷൻ മീൻസ് കേക്ക് കട്ടിങ് ഇല്ല, പിന്നെ ഡിന്നറൊന്നുമില്ല, നമ്മൾ മാത്രമായിട്ട് ഒരു ലഞ്ച് കേട്ടോ. എല്ലാവരും കൂടെ കൂടിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും കൂടെ കൂടിയപ്പോൾ ഒരു സന്തോഷം. അതുകൊണ്ട് പിന്നെ ഈ ഒരു രീതിയിൽ അങ്ങ് ഉച്ചയ്ക്ക് ബർത്ത്ഡേ എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി, അത്ര തന്നെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇലയിടാണ്. നമുക്കവിടെ 6 പേർക്ക് ഇരിക്കാൻ പറ്റും. 6 ഇല ഇട്ടിട്ടുണ്ട്. എല്ലാവരും കൂടി വിളമ്പിയ ശേഷം എല്ലാവരും കൂടി വിളിക്കാമെന്ന് കരുതി. അച്ചാറ്, മെഴുക്ക് പുരട്ടി, തോരൻ, പിന്നെന്താണ് ഉണക്ക ചെമ്മീൻ തോരൻ, കപ്പ, മുളക് പൊടിച്ചത്, പപ്പടം, ചോറ്, പുളിശ്ശേരി, പായസം. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ മെനു എന്ന് പറയുന്നത്. വാഴയിലെല്ലാം ഇന്നലെ അമ്മ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എടുത്തുകൊണ്ട് വരാനായിട്ട് മറന്നുപോയി. അവിടെ കള്ളിക്കാട് വീട്ടിലെ വാഴയിലേക്ക് ഒരു ക്ഷാമവും ഇല്ലല്ലോ. അങ്ങനെ കുറേയേറെ ഇലകളുണ്ടായിരുന്നു. എന്നിട്ടെന്താ അച്ഛൻ വന്നപ്പോഴേക്കും അമ്മ എടുക്കാൻ മറന്നുപോയി. അച്ഛൻ ഇന്ന് വന്നപ്പോഴേക്കും ഇലയും കൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ആ ഇല ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ വിളമ്പുന്നത്. ഇല ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണ്? പാത്രം കഴുകാൻ എളുപ്പമുണ്ട് കേട്ടോ. ഇല കഴിച്ചിട്ടെടുത്ത് കളഞ്ഞാൽ മതിയല്ലോ. ഇലയിലാകുമ്പോൾ അത്യാവശ്യം എല്ലാ കറികളും ചോറും എല്ലാം കൊള്ളും കേട്ടോ. മറ്റൊരു പാത്രമാകുമ്പോൾ 100 പാത്രങ്ങൾ എടുക്കണം, അത് വിളമ്പണം, ആ പാത്രങ്ങളെല്ലാം വീണ്ടും കഴുകണം. എന്തൊരു പാടാണെന്നറിയോ. ഞാൻ കൂടുതലും മനസ്സിലാക്കിയത് എപ്പോഴാണെന്നറിയോ, നമ്മുടെ നിഷാന്തൊക്കെ വന്നപ്പോഴാട്ടോ. അവർക്ക് ഞാനിങ്ങനെ ഒരു പ്ലേറ്റിൽ ഫുഡ് വെച്ചിട്ട് ബാക്കി കറികൾ ഇങ്ങനെ കൊണ്ടുവച്ചപ്പോഴേക്കും അവർക്ക് അങ്ങനെ എടുത്ത് കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അവർക്ക് പ്രത്യേകം പ്ലേറ്റിൽ സെർവ് ചെയ്യണം. അവർക്കായിട്ടൊരു ബോളും പ്ലേറ്റും ഒക്കെ വേണം, സ്പൂണും ഒക്കെ വേണം കേട്ടോ. എൻ്റെ അമ്മ ഞാനന്ന് നോക്കിയപ്പോഴേക്കും ഖുഷിക്കും നിഷാന്തിനും കൂടി എത്ര പാത്രം ഞാൻ എടുത്തെന്നറിയാം. അവസാനം കഴുകാൻ നേരം എനിക്ക് എൻ്റെ അമ്മ ഇത്രയും പാത്രങ്ങൾ കഴുകാനായിട്ട് വന്നു എന്നുള്ളൊരു തോട്ടായിപ്പോൾ കേട്ടോ. അത്രയ്ക്കും പാത്രങ്ങൾ മീൻസ് ഇപ്പം എന്താ അന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, പനീർ ബട്ടർ മസാല ഉണ്ടായിരുന്നു, അതിനൊരു കറി, ബോളിക്കൊരു പ്ലേറ്റ്, പായസത്തിനൊരു പ്ലേറ്റ്, അങ്ങനെ എല്ലാം കൂടി ആയപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കൂടി മാത്രം എത്ര കറികളായെന്നറിയോ, അല്ല എത്ര പ്ലേറ്റ് ആയെന്നറിയോ.
അത് കുറച്ച് പാടാണ്. പക്ഷേ എന്നാലും നമ്മൾ മലയാളികൾക്ക് അത്രയും പ്ലേറ്റ് വേണമെന്നില്ല, എങ്കിലും നമ്മൾ മറ്റുള്ള പാത്രത്തിലേക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ പ്ലേറ്റിൻ്റെ എണ്ണം കൂടും കേട്ടോ. ഇലയാകുമ്പോൾ ഒരു ടെൻഷനും ഇല്ല, ആ ഇലയിൽ തന്നെ എല്ലാം വയ്ക്കുകയും ചെയ്യാം, നമുക്ക് കഴുകാനും എളുപ്പമുണ്ട്, എടുത്ത് കളയാനും എളുപ്പമുണ്ട്, അങ്ങനെ ഒരു ഇതാട്ടോ. പ്ലേറ്റ് ആകുമ്പോൾ കുറച്ച് പാടാണ്. അതുകൊണ്ട് എന്തായാലും ഇല കൊണ്ടുവന്നത് നന്നായിട്ടുണ്ട്. അപ്പോൾ ബീഫ് കറി എല്ലാം എടുത്തുണ്ട്. ബീഫിൻ്റെ ആയിരിക്കും നേരത്തെ പറഞ്ഞു, ബീഫ് കറി, മീൻ വറുത്തത്, മീൻ കറി ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം വെച്ചിട്ടുണ്ട്, ഗ്രാൻഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് അതിഥികൾ വന്നാൽ അവരെ എന്തൊക്കെ കൊടുത്താലും എനിക്ക് മതിയാകത്തില്ല. ഇത്രയും മതിയോ, ഇനിയും വേണോ, അവർക്ക് ഇഷ്ടമായോ, കൊള്ളായിരുന്നോ എന്നൊക്കെ ഉള്ള ഒരുപാട് ടെൻഷൻ നമ്മുടെ മനസ്സിൽ വരും കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലൊന്നും ഒരുപാട് അതിഥികൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നവരല്ല, വല്ലപ്പോഴുമൊക്കെ വരുന്നവരാണ് ഇവരെല്ലാവരും. ഇപ്പോൾ ദീപചേച്ചിക്കായാലും പ്രകാശേട്ടനൊക്കെ ആയാലും വല്ലപ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. കാരണം ചേട്ടനും എല്ലാവരും ഒക്കെ ബിസിയാണ്, എല്ലാവരും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത ദിവസം വരുമ്പോൾ മാത്രമാണ് വരാറ്. അപ്പോൾ അന്ന് വരുന്ന ദിവസം നമ്മൾ അത്രയും ഗ്രാൻഡായിട്ട് ചെയ്തില്ല എങ്കിൽ അതെനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വളരെ ഒരു നാണം കെട്ട പരിപാടി പോലെ എനിക്ക് തോന്നും കേട്ടോ. ഞാൻ അയ്യോ അത് ചെയ്തില്ലല്ലോ, കറികൾ കുറവായിരുന്നല്ലോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. ആക്ച്വലി ഇത്രയും കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മളായാലും എല്ലാ കറികളും ഉണ്ടെങ്കിൽ കഴിക്കത്തില്ല, ഏതെങ്കിലുമൊക്കെ 1-2 കറികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂട്ടി കഴിക്കും. ഇത്രയും കറികൾ വരുമ്പോൾ ഏത് കഴിക്കണം, എവിടെ കഴിക്കണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനും. ചീമ എന്തൊക്കെയായി കാണിക്കുന്നത്, ചീമ പറയും വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ അത് എഡിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ട് ഇട്ടൂടെ എന്നുള്ള ചോദിക്കും. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അതെല്ലാം നല്ല ഭംഗിയോടെ കിടക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞു വന്നത്, അപ്പോൾ എന്തോ പറഞ്ഞു വന്ന കാര്യം കയ്യിൽ നിന്ന് പോയിട്ടോ. എന്തായാലും അതിഥി ദേവോ ഭവ, കൊടുക്കുന്ന കാര്യം നല്ല നീറ്റായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം. യെസ്, കറികളെല്ലാം കൂടി ആയാൽ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് കറികളാണെങ്കിൽ ആസ്വദിച്ച് എല്ലാവരെയും കഴിക്കാനും പറ്റും. പക്ഷെ ഒരുപാടാകുമ്പോൾ ഏതെടുക്കണം, എവിടെ എടുക്കണം, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനാകും. പക്ഷേ എനിക്ക് എല്ലാ കറികളും വെച്ച് കൊടുത്താലൊരു സന്തോഷം വരത്തുള്ളൂ കേട്ടോ. മീനും മരിച്ചിനിയും കപ്പയും മരിച്ചിനിയും കൊന്നു തന്നെയല്ലോ, മീനും മരിച്ചിനിയും ബീഫും ഫ്രൈയും കറിയും ഇതുപോലെ തോരനും മെഴുക്കുവരട്ടിയും അവിയലും ഒക്കെ വെച്ച് കൊടുക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, 6 പേർക്കിരിക്കാം. അമ്മ ഇരുന്നു, ഗീത ചേച്ചി ഇരുന്നു, സച്ചിൻ ഇരുന്നു, ചീമ ഇരുന്നു, എൻ്റെ അമ്മയായിരുന്നു, കള്ളിക്കാട് അമ്മയായിരുന്നു, എൻ്റെ അമ്മയായിരുന്നു, പിന്നെ ഒരെല്ലാം മിച്ചം. ഏട്ടനോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ ഇപ്പം ഇരിക്കില്ല, എല്ലാവർക്കും കൊടുത്ത് കഴിഞ്ഞിട്ടേ ഇരിക്കുള്ളൂ. പ്രകാശേട്ടനോട് പറഞ്ഞപ്പോഴും പ്രകാശേട്ടനും എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് സാവകാശം സമാധാനത്തോടെ അവസാനമേ കഴിക്കത്തുള്ളൂ. പ്രകാശേട്ടൻ കഴിച്ചാലേ ദീപ ചേച്ചിയും കഴിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ചേച്ചിക്ക്. നമ്മളൊന്നും അങ്ങനെയൊന്നുമില്ല, ഞാൻ ആദ്യം കഴിക്കാതെ കഴിഞ്ഞിട്ടായിരിക്കും ഏട്ടൻ കഴിക്കുന്നത്. പക്ഷേ ദീപ ചേച്ചിയൊക്കെ അതിൻ്റേതായ ഒരു അടുക്കും ചിട്ടയോടും കൂടിയാണ് പോകുന്നത്. ചേട്ടൻ കഴിക്കുമ്പോഴേ കൂടെ കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ചേട്ടൻ കഴിച്ചോളാൻ. ചേട്ടൻ ഇപ്പോൾ വർക്കിനൊക്കെ പോയിട്ട് വീട്ടിൽ വരുന്നത് വരെ, ഇപ്പോൾ ഒരു 3 മണിയായാലും 4 മണിയായാലും 5 മണിയായാലും ചേട്ടൻ വരുന്നവരെ വെയിറ്റ് ചെയ്തിരുന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ കഴിക്കുമ്പോഴേ ചേച്ചിയും കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ചേട്ടൻ വരാൻ ലേറ്റാവും, ഞാൻ കഴിച്ചു എന്നൊക്കെ വിളിച്ച് പറഞ്ഞാൽ മാത്രമേ ചേച്ചി കഴിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു, എല്ലാവരും കൂടി കഴിക്കാനായിരുന്നപ്പോൾ ഒരു ഇല ബാക്കി കിടക്കുന്നു, ആരും ഇരിക്കുന്നില്ല കേട്ടോ. എന്നാൽ ഞാനൊട്ട് ലാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ആരും കേൾക്കണില്ല. ആ ഇല ഫ്രീ ആയിട്ട് കിടക്കണം, ശ്രീകുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരേ ബഹളം. എന്നാൽ പിന്നെ ഞാനെങ്കിൽ പിന്നെ ഇരുന്നേക്കാം, എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ലല്ലോ, ഭർത്താവ് കഴിച്ചിട്ടേ കഴിക്കാവൂ എന്നൊന്നും ഞാനങ്ങനെയൊന്നും നോക്കത്തില്ല കേട്ടോ. നമുക്ക് വിശന്നാൽ കഴിക്കാം. എനിക്കിപ്പോൾ വിശപ്പുണ്ടായിട്ടില്ല, ഞാൻ കഴിക്കുന്നത്. ആ ഇല ബാക്കി കിടന്നിട്ട് എല്ലാവരും കൂടി നിർബന്ധിക്കുന്നു ഇരിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ കരുതി എന്തായാലും കഴിക്കാനിരിക്കാം, അപ്പോൾ അത് കഴിച്ച് കഴിയുമ്പോഴേക്കും ഇവർക്ക് വിളമ്പി കൊടുക്കാമല്ലോ. അങ്ങനെ പിന്നെ ഞാനും ഇരുന്നു കേട്ടോ. കപ്പ ഇളക്കിയതുണ്ട്, കപ്പ പുഴുങ്ങിയതുണ്ട്. അപ്പോൾ കപ്പ ഇളക്കിയത് ഞങ്ങൾ നെട്ടയും വീട്ടുകാർക്കാണ് കപ്പ ഇളക്കിയതിനോട് പ്രിയം കേട്ടോ. അതുകൊണ്ട് കപ്പ ഇളക്കിയത് എനിക്കും ചീമയ്ക്കും അമ്മയ്ക്കും കൂടി ഇളക്കിയതാണ്. അപ്പോൾ എല്ലാവരും ലേശം കപ്പ ഇളക്കിയതും കഴിച്ചു കേട്ടോ. കപ്പ പുഴുങ്ങിയതും കഴിച്ചു, കപ്പ ഇളക്കിയതും കഴിച്ചു. നല്ല കപ്പയായിരുന്നു. കപ്പ പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്തു നിന്നാണ് കുറച്ച് കപ്പ എടുത്തിട്ട് ഇളക്കിയെടുത്തത് കേട്ടോ. നല്ല വെന്ത്, ഞാൻ പറഞ്ഞില്ലേ എനിക്കിഷ്ടം അങ്ങനെ വെന്ത് പായസമാവണ കപ്പയാണ്, അതുപോലെ ഇരുന്നു ആ കപ്പ കേട്ടോ. വേവിച്ചതും നന്നായിരുന്നു, ഇളക്കിയതും നന്നായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കപ്പയും മീൻകറിയും ഒക്കെ കൂട്ടി കഴിച്ചു. ഈ മീൻകറിയുണ്ട് ബീഫുണ്ട്, ഇതിലേത് കൂട്ടി കഴിക്കും എന്നുള്ള ടെൻഷനായിരുന്നു കേട്ടോ. സച്ചിനും ലേശം പുഴുങ്ങിയ കപ്പ കഴിച്ചിട്ട് ബാക്കി കുറച്ച് ഇളക്കിയ കപ്പയും കഴിച്ചു കേട്ടോ. ഗീത ചേച്ചിയും അങ്ങനെ തന്നെ കഴിച്ചു. കപ്പ ഇളക്കിയതും മീൻകറിയും കൂട്ടി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് കപ്പ പുഴുങ്ങിയതും കൂട്ടി കഴിച്ചത് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തർ ശീലിച്ചതിൻ്റെ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ശീലിച്ചതിൻ്റെ ആ ഒരു രീതിയാണ്. കിച്ചണിൽ ഒന്നും വയ്ക്കാൻ എടുത്തുകൊണ്ട് പോകാനും ഒക്കെ പാടായതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ട് അവിടെ കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പമുണ്ട്, എങ്കിലും ആ ടേബിൾ ചെറുതായിപ്പോൾ അതിലെല്ലാം കൂടി കൊള്ളുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വിളമ്പി എല്ലാവരും ഒക്കെ ഇരുന്ന ശേഷമാണ് ഞാനും ഇരുന്നത് കേട്ടോ. പുഴുങ്ങിയ കപ്പയാണ് ആ ഇലയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്, അതിനെ മാറ്റിയിട്ട്
ഞാൻ ഇളക്കിയ കപ്പയെല്ലാം വെച്ച് മീൻകറിയൊക്കെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ലാസ്റ്റ് പായസവും പഴവും പപ്പടവും കൂടി കൂട്ടി കഴിച്ചു കേട്ടോ. അത് ഒരു പ്ലേറ്റിലിട്ടാണ് പായസവും പപ്പടവും പഴവും കൂടി കഴിച്ചത്. എന്തായാലും ഊണ് നല്ലതായിരുന്നു. ഞാൻ ഈ തോരൻ, മെഴുക്കുവരട്ടി ഈ വക സാധനങ്ങളൊന്നും തൊട്ടില്ല, മീൻ വറുത്തത് ഒന്നും തൊട്ടില്ല കേട്ടോ. കാരണം കപ്പയും മീൻകറിയും ചോറും നല്ല ഉടങ്കല്ലി മുളകും മുരിങ്ങയ്ക്കയും മാങ്ങയൊക്കെ ഇട്ട് മല്ലിയും മുളകൊന്നും വറുത്തരയ്ക്കാണ്ട് വെച്ച മീൻകറി കേട്ടോ. ഓ, അതേ വായിക്കൂടെ വെള്ളം വരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളുള്ളപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ തോരനും മെഴുക്കുവരട്ടിയൊക്കെ കുത്തി കയറ്റിയാൽ ഈ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറും. അതുകൊണ്ട് ഈ തോരനും മെഴുക്കുവരട്ടി ആ ഇലയിലിരുന്ന് സകലമാന സാധനവും മാറ്റി. അമ്മ കൊണ്ടുവന്ന് കൊഞ്ച് ഉണക്കച്ചെമ്മീൻ തോരനുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം കുറച്ച് ചോറും വെച്ച് കഴിച്ചിട്ട് ബാക്കി തോരനും മെഴുക്കുവരട്ടിയും മീൻ വറുത്തതും മുളക് ചതച്ചതും ഒക്കെ മാറ്റിയിട്ട് ലേശം കപ്പയും ചോറും മീൻകറിയും കൂടി ഇട്ട് നന്നായിട്ട് വിരവി കഴിച്ചു. കഴിഞ്ഞ ദിവസം കള്ളിക്കാട് പോയപ്പോഴും ഞാൻ ബീഫും കൂട്ടിയാണ് കേട്ടോ കഴിച്ചത്. ചോറ് കൂട്ടി കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ചോറ് മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അത് കപ്പ ഇളക്കിയതില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ കഴിക്കാത്തത്. പക്ഷേ ഇപ്പോൾ കപ്പ ഇളക്കിയതുള്ളത് കൊണ്ട് കുറച്ച് മീനും കപ്പയും മരിച്ചിനിയും കൂടി മരിച്ചിനിയും കപ്പയും ഒന്നല്ല, രണ്ടും കൂടി കയറി വരുന്നുണ്ട്. ചോറും കപ്പയും മീൻ കറി, അല്ലെങ്കിൽ ചോറും മരിച്ചിനിയും മീൻ കറിയും കൂടി ഇട്ട് ഉടകല്ലി മുളകും മാങ്ങയും മുരിങ്ങയ്ക്ക എനിക്കിഷ്ടമല്ല കേട്ടോ. മീൻ കറിയിലിടുന്ന ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. എല്ലാം കൂടി നന്നായിട്ട് വിരവി ഞാൻ ഇവിടെ ഒരു കഴിപ്പ് കഴിച്ചു. അസാധ്യ ടേസ്റ്റായിരുന്നു കേട്ടോ. ചൂര മീൻ അടിപൊളിയായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയ്ക്കൊക്കെ ബീഫാണ് കൂടുതൽ ഇഷ്ടം. ബീഫ് ഞാൻ എടുത്തില്ല കേട്ടോ. എനിക്ക് ബീഫ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അന്ന് വെച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഒട്ടും ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ ബീഫ് എടുത്തില്ല. ബീഫ് ഞാൻ അല്ലെങ്കിലും എടുത്തില്ല. കപ്പയും മീൻകറിയും കൂട്ടി കഴിക്കണമെന്ന് എഴുതിയിട്ട് എടുത്തില്ല. പിന്നീടൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ബീഫ് അത്രയും ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ബീഫാണ് കിടിലായിട്ട് ഇഷ്ടപ്പെട്ടത്. അമ്മയ്ക്ക് മീൻകറി ഇഷ്ടമായില്ല കേട്ടോ. മീൻകറിക്ക് കളർ പോരാന്ന് പറഞ്ഞിട്ട്. സാധാരണ വീട്ടിൽ വറുത്തരച്ചൊക്കെയല്ലേ മീൻ വെക്കുന്നത്. അപ്പോൾ ഇത് വറുത്തരയ്ക്കാതെ വെച്ചതുകൊണ്ട് വെളുവിളായിരിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് കളറില്ല എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ. കള്ളിക്കാട് അമ്മ ഇറച്ചി കൂട്ടത്തില്ല കേട്ടോ. മുട്ടയും മീനും ഒക്കെ കൂട്ടും, ഇറച്ചി കൂട്ടത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഉച്ചയ്ക്ക് അങ്ങനെ വേദയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കേട്ടോ. ഒരു കേക്ക് കൂടെ കട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് കഴിച്ചുകൂടാതെ നമ്മൾ വാങ്ങിച്ചിട്ട് ശരിയല്ലല്ലോ. ഇവിടെ വാങ്ങിച്ച് വച്ചിരുന്നാൽ വേദ അത് തീരണവരെ ഇരുന്ന് കഴിക്കും. വീണ്ടും ഫുഡ് പോയ്സൺ അടിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ കേക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. ഇനി ഒക്ടോബർ 9 ഞാൻ പറഞ്ഞില്ലേ, അവളുടെ നാളെ സ്റ്റാർ വരുന്ന ദിവസമാണ്. അന്ന് പുറത്ത് എവിടെയെങ്കിലും പോയി അവളുടെ ഒരു സന്തോഷത്തിന് കേക്കെല്ലാം കട്ട് ചെയ്ത് പുറത്തൊക്കെ പോയി ഒന്ന് കഴിച്ചിട്ടൊക്കെ വരാം എന്നൊരു പ്ലാനുണ്ട്. എന്താവും എങ്ങനെയാവും ഒന്നും അറിയത്തില്ല. എന്തായാലും അന്നൊരു കേക്ക് വാങ്ങണം. അപ്പുറത്തെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട് കേട്ടോ. ഇന്ന് കൊടുക്കണമെന്ന് വെച്ചിട്ട് നടന്നില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്കൊരു ചെറിയൊരു വിഷം, അതുകൊണ്ട് അന്നത്തേക്ക് മാറ്റാമെന്ന് കരുതി. എന്തായാലും ഇന്ന് ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. നമ്മളെന്തായാലും നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വേദയ്ക്ക് എല്ലാവരെയൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും വീട്ടിൽ വരുന്നതും ആളും ബഹളമായിട്ടൊക്കെ. കാരണം അവൾ സിംഗിൾ ചൈൽഡായിട്ട് വളരുന്നത് കൊണ്ട് അവൾക്ക് വേറെ എല്ലാവരെയൊക്കെ കാണുന്നത് ഇഷ്ടമാണ്. ഈ വലിയ ചേച്ചിമാരുമായിട്ടൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വലിയ കുട്ടികളാരും കുറച്ച് സമയം കളിച്ചിട്ട് പിന്നെ അങ്ങോട്ട് മൈൻഡ് ചെയ്യില്ല കേട്ടോ. വേദയ്ക്ക് അങ്ങനെ വലിയ ചേച്ചിമാരോടെ കളിക്കാൻ ഇഷ്ടമാണ്. ഭയങ്കര അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചു കുട്ടികളെയൊക്കെ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് വേറെ കേക്ക് കട്ടിങ് ചെയ്തില്ല, സെലിബ്രേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് വേദയ്ക്ക് വിഷമമൊന്നുമില്ല. അപ്പൂപ്പനും അമ്മൂമ്മയും വന്നു, മമ്മി വന്നു, ചീമ വന്നു. ഇതൊക്കെ തന്നെ വേദയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഗീത ചേച്ചിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഗീത ചേച്ചി, ഗീത ആൻറ്റി, പ്രകാശേട്ടൻ, ദീപമാമിയായിട്ടൊക്കെ കുത്തി മറിച്ചിലാണ്. അപ്പോൾ എല്ലാവരുമൊക്കെ വന്നപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. അതിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ അവൾക്ക് വലിയ വിഷമമൊന്നുമില്ല. പക്ഷെ ഒരു കേക്ക് കട്ടിങ് അവൾ ആഗ്രഹിച്ചു, അത് നടന്നില്ല. അതെന്തായാലും ഞാൻ പറഞ്ഞു ഒക്ടോബർ 9. അപ്പോൾ എല്ലാവരും പറയണം ഒക്ടോബർ 9 ഒന്നുകൂടെ വരണേ, നമുക്ക് കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും വരാമെന്ന് അറിയത്തില്ല. അന്നും വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഈ വർക്കിംഗ് ഡേയ്സൊക്കെ എല്ലാവർക്കും വരുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പിന്നെ വരുമോയെന്നറിയത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ ലുലുവിലോ എവിടെയെങ്കിലും പോയിട്ട് ഒരു കുഞ്ഞ് കേക്ക് വാങ്ങി നമ്മൾ മാത്രം കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. അവളുടെ ഇഷ്ടമല്ലേ ഒന്ന് കേക്കൊക്കെ കട്ട് ചെയ്യണം എന്നൊക്കെ അവൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ. പക്ഷേ വേദയുടെ ഫസ്റ്റ് ബർത്ത്ഡേ മുതൽ ഇപ്പോൾ വരെയും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വലിയ രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചെറിയ രീതിയിൽ ഇതുപോലെ വീട്ടിൽ എല്ലാവരും കൂടിയൊക്കെ ചേർന്നിട്ടുള്ളൊരു സെലിബ്രേഷൻ, അല്ലാതെ അതിൽ കൂടുതൽ വലിയൊരു സെലിബ്രേഷനൊന്നും നമ്മൾ ഇന്ന് വരെയും വേദയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് പോലും ആരെയും വിളിക്കാണ്ടുള്ളൊരു കുഞ്ഞു സെലിബ്രേഷൻ മാത്രമായിരുന്നു കേട്ടോ. കുഞ്ഞൊരു സെലിബ്രേഷൻ ഇതുപോലെ, അല്ലാതെ ഇത്ര പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഒരു സദ്യയൊക്കെ വെച്ചിട്ടുള്ള ഒരു സെലിബ്രേഷൻ. സാധാരണ ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര രീതിയിൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ മാത്രമായിട്ടുള്ള ഒരു കുഞ്ഞ് സെലിബ്രേഷൻ, നമുക്ക് മാത്രമുള്ള ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ വേദ സ്കൂളിലൊക്കെ പോയി തുടങ്ങി. വേദയ്ക്ക് ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ നമ്മൾ വേദയുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കണമെന്ന് ഓഫ് കോഴ്സ് അവൾ പറയുമല്ലോ. അപ്പോഴാണ് വേദയെ അഥർവയും വേദികയൊക്കെ വിളിക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ അവരെയും വിളിക്കുന്നില്ല എന്ന് കരുതി. കാരണം നമ്മൾ ബർത്ത്ഡേ ആയിട്ട് വിളിക്കുമ്പോൾ അവർക്ക് എന്തായാലും ഒരു ഗിഫ്റ്റും കൊണ്ടല്ലാണ്ട് വരാൻ പറ്റില്ല കേട്ടോ. കൊണ്ട് വരരുതെന്ന് പറഞ്ഞാലും നമ്മളോടും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. നമ്മൾ ബർത്ത്ഡേക്ക് പോകുമ്പോൾ അവർ ബർത്ത്ഡേ ഗിഫ്റ്റൊന്നും വേണ്ടാന്ന് പറയുകയാണെങ്കിലും നമുക്ക് മനസ്സിന് കേൾക്കില്ല. നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകും. വെറുതെ എല്ലാ വർഷവും അവർക്ക് പൈസ ചിലവ്. അതുകൊണ്ട് ഞാൻ കരുതി ഇപ്രാവശ്യം ആരും വിളിക്കേണ്ട, അപ്പുറത്തുള്ള കുട്ടികളോടും പറയണ്ട, ജസ്റ്റ് കഴിക്കാൻ സമയം മാത്രം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിക്കാമെന്നാണ് കരുതി പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അതിങ്ങനെയൊക്കെ അങ്ങ് ആയി. എന്തായാലും ആരെയും വിളിക്കേണ്ടി വന്നില്ല. ഓൾസോ ഷീസ് ഓക്കെ നൗ. വേദ ഇപ്പോൾ ഓക്കെ ആണ്. അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി, വെരി 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 ഹാപ്പി. വേദ വയ്യാതെ കിടന്നപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ അവളുടെ ഒരു സ്പെഷ്യൽ ഡേയിൽ അവൾക്ക് ഇത്രയും വയ്യാതെ ഇരുന്നപ്പോൾ എനിക്ക് സത്യമായിട്ടും ഭയങ്കര വിഷമം തോന്നി. എനിക്കെന്നല്ല, എല്ലാവർക്കും അതെ കേട്ടോ. കാരണം വേദയുടെ ബർത്ത്ഡേ ആയിട്ട് അവൾക്ക് ഒരു വയ്യായിക വരിക എന്നുള്ളതിൽ എല്ലാവർക്കും ഒരു വിഷമമായിരുന്നു. പക്ഷേ അവളിന്ന് ഓക്കെ ആയപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടോ. ഞാൻ 100 വട്ടം പറഞ്ഞു, അത്രയും സന്തോഷമുള്ളതുകൊണ്ട് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഊണ് കഴിപ്പെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത പായസവും പപ്പടവും പഴമൊക്കെ കൂട്ടി കഴിക്കാൻ പോവുകയാണ്. പായസവും പപ്പടവും പഴവും കൂട്ടി കഴിക്കാൻ നോക്കുമ്പോൾ ഏട്ടനാണെങ്കിൽ ക്യാമറയും കൊണ്ട് ഒരേ നിപ്പ് കേട്ടോ. എല്ലാവർക്കും കൂടി അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല, ആസ്വദിച്ചങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഗീത ചേച്ചിയൊക്കെ അതേ ഫഹദ് ഫാസിൽ ഏതോ സിനിമയിൽ ചെയ്യും പോലെ ഇങ്ങനെ വായിൽ ക്യാമറ വരുമ്പോൾ വായിൽ വെച്ചിട്ട് ഇങ്ങനെ വല്ലാതെ ഇരിക്കും കേട്ടോ. അമ്മയും അതെ. പിന്നെ നമുക്ക് കുറച്ച് തൊലിക്കട്ടി കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ നക്കിയും വലിച്ചും ഒക്കെ തിന്നും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അമ്മയും പറയണം ആസ്വദിച്ചൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട്. ഈ ഇലയിലൊക്കെ ഒഴിച്ച് ഞെവിടി വരവിയൊക്കെ കഴിക്കുമ്പോൾ അത് ഒന്ന് ആസ്വദിച്ച് തന്നെ കഴിക്കണം. അത് വീഡിയോ ഫ്രണ്ടിലിരിക്കുമ്പോൾ, ക്യാമറ ഫ്രണ്ടിലിരിക്കുമ്പോൾ നമുക്ക് അത്രയും ആസ്വദിച്ച് രസിച്ച് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ മീൻകറി കേട്ടോ ഇങ്ങനെ വഴിച്ച് നക്കിയൊക്കെ കുടിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടി കറി കൂടുതൽ വേണം. അപ്പോൾ ആ കറി ഇങ്ങനെ വഴിച്ച് നക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇല കൊണ്ട് കളഞ്ഞിട്ട് വേറൊരു പ്ലേറ്റിലാണ് പായസവും പപ്പടവും പഴവും കൂടി കഴിച്ചത് കേട്ടോ. അമ്മ അടിപൊളിയായിട്ട് ഇത് കഴിക്കുന്നുണ്ട്. പക്ഷേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് അത്രയും അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഊണൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. കറികളെല്ലാം നല്ലതായിരുന്നു. ബീഫുമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നേ ഉള്ളൂ, എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ലല്ലോ എല്ലാവർക്കും, അതുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താണ്, പായസം സൂപ്പറായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് സന്തോഷം തോന്നി. ഇന്നലെ രാത്രി നിന്ന് വരട്ടിയൊക്കെ എടുത്തില്ല, നന്നായിട്ട് വരണ്ട് കിട്ടി. ഞാൻ നോൺ സ്റ്റിക്ക് പാനിലിട്ടാട്ടോ വരട്ടി എടുത്തത്. എൻ്റെ കയ്യിൽ വലിയ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ട്. അപ്പോൾ അതിലിട്ട് വരട്ടിയെടുത്താൽ നല്ല രീതിയിൽ പെട്ടെന്ന് വരണ്ട് കിട്ടും. ആ ഒരു നോൺ സ്റ്റിക്ക് പാൻ വാങ്ങി ഫസ്റ്റ് ഡേ തന്നെ കടലപ്പായസം ഇതുപോലെ വരട്ടി വെച്ച് കേട്ടോ. അന്ന് തന്നെ ആ നോൺ സ്റ്റിക്ക് പാനിൻ്റെ ഇനാമൽ പോയിട്ടോ. അതിനുശേഷം ഞാൻ ആ നോൺ സ്റ്റിക്ക് പാനിൽ ഇടാം. ഇനാമൽ ചെറുതായിട്ട് പോയി തുടങ്ങി. അപ്പോൾ ഇന്നലെ ഞാൻ കരുതി എന്തായാലും ആ നോൺ സ്റ്റിക്ക് പാനിലിട്ടൊന്ന് വരട്ടി നോക്കാമെന്ന് കരുതി. അപ്പോൾ കറക്റ്റ് നല്ല രീതിയിൽ വരണ്ട് വന്നു കേട്ടോ. നല്ല ഈസിയാണ് നോൺ സ്റ്റിക്ക് പാനിലിട്ട് വരട്ടിയെടുത്താൽ അടിയിലൊന്നും പിടിക്കത്തില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ നോൺ സ്റ്റിക്ക് പാന് പെട്ടെന്ന് ചീത്തയായി പോവും. അതും ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം ഈ ഒരു പരീക്ഷണം ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത്. പക്ഷെ നന്നായിട്ട് വരണ്ട് കിട്ടും കേട്ടോ, ഭയങ്കര ഈസി ആയിട്ട്. മറ്റത് നമുക്ക് കുറച്ച് ഹാർഡായിട്ട് നിന്ന് പാത്രത്തിൻ്റെ അടിയിലൊക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് ഇളക്കണ്ടേ. ഇത് അത്രയും ഹാർഡല്ല, ഇളക്കണം പാടുണ്ട് എങ്കിലും അത്രയും ഹാർഡല്ല. ഒരുപാട് നമുക്കിങ്ങനെ അടിയിലങ്ങനെ പിടിക്കുക എന്നുള്ളൊരിതില്ല. ഇത് അവസാനം നോൺ സ്റ്റിക്ക് പാനിൽ ഇങ്ങനെ വിട്ട് ബോൾ കണക്കാകുമ്പോൾ ആ ഒരു പരുവം കറക്റ്റ് നമുക്ക് അറിയാനും പറ്റും കേട്ടോ. എന്തായാലും ഞാൻ വരട്ടിയ എൻ്റെ പായസം അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു 3-4 തേങ്ങാപ്പാൽ ഇതിൽ ആഡായിട്ടുണ്ട്. അതിൻ്റെയും കൂടി ടേസ്റ്റ് നല്ല രീതിയിൽ മുന്നിട്ട് നിൽപ്പുണ്ട് കേട്ടോ. എന്തായാലും പായസം ആ ക്രെഡിറ്റ് ഞാനിങ്ങ് തൂക്കി കേട്ടോ. അങ്ങനെയല്ല, എല്ലാവരും കൂടിയൊക്കെ ചെയ്തത് തന്നെ. എങ്കിലും വരട്ടുന്നതിലൊരു കാര്യമില്ലേ കൈസ്? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പായസം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒക്കെ കഴിച്ചു. നമ്മൾ അടുത്ത സ്റ്റെപ്പ് കഴിച്ചു. അടുത്തത് സച്ചിൻ വയറെല്ലാം നിറഞ്ഞിരിക്കുന്നു. പായസം കുടിക്കാൻ പറഞ്ഞിട്ട് സച്ചിൻ പായസം കുടിച്ചില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞ് കുടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് ചീമയും വേദയും കൂടി എന്തൊക്കെയോ പരീക്ഷണങ്ങൾ ചെയ്യാൻ പോകും കേട്ടോ. മറ്റേ സയൻസ്
എക്സ്പെരിമെൻറ്റ് കിറ്റൊക്കെയല്ലേ ചീമ വാങ്ങിച്ചുകൊണ്ട് വന്നത്, അതിലെന്തൊക്കെയോ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആ സമയം കൊണ്ട് എല്ലാവരും ഒക്കെ കഴിച്ചെണീറ്റു. അങ്ങനെ ഇരുന്നപ്പോൾ വേദയ്ക്കൊരു കൊറിയർ വന്നു. അതെന്താണെന്ന് നോക്കിയപ്പോൾ ഞാൻ വേദയ്ക്കൊരു ടൈം പീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വിധത്തിൽ രാവിലെ വിളിച്ചാൽ എണീക്കില്ല. ഇവിടെ കിടന്ന് വേദാ വേദാ എന്ന് പറഞ്ഞ് ഞാൻ താഴെ കിടന്ന് വിളിക്കും. ലോകമുള്ളവരെല്ലാവരും കേൾക്കും. അപ്പുറം ഇപ്പുറം വീട്ടിലെ എല്ലാ കുട്ടികളും എണീറ്റാലും വേദ എണീക്കില്ല കേട്ടോ. അതുകൊണ്ടൊരു ഭയങ്കര ബെല്ല് കേൾക്കുന്ന ഒരു ടൈം പീസ് ഞാൻ വേദയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ചു. വേദയ്ക്ക് ഇഷ്ടം. ആദ്യം കണ്ടിട്ട് പറഞ്ഞു അയ്യേ ഇതാന്ന് പറഞ്ഞു. എന്നിട്ട് കണ്ടപ്പോൾ കൊള്ളാം, ഇനിയിപ്പോൾ ഇത് മതി, വേറെ മാറ്റണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ വേദയ്ക്ക് ഞാൻ ഒരു ടൈം പീസ് വാങ്ങിച്ചു. അതിനെ മാമനും മോളും കൂടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അടുത്ത സ്റ്റെപ്പ് ദീപ ചേച്ചിയും പ്രകാശേട്ടനും ഏട്ടനും കൂടി ഇരിക്കുകയാണ്. അവർ മൂന്നുപേരും കൂടി ഇരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ ഞാൻ ഇരിക്കാമെന്നാണ് കരുതിയത്. എന്നെ ഒരു വിധത്തിൽ ഇരിക്കാൻ സമ്മതിക്കില്ല. മറ്റേ സ്റ്റെപ്പിൽ കൂടെ ഇരുത്തി കഴിപ്പിച്ചിട്ടോ. എന്തായാലും ഞാൻ കഴിച്ചു. ശരിക്കും പറഞ്ഞാലും നമ്മൾ നെട്ടയം ഫാമിലി മാത്രമാണ് ഇളക്കിയ മരിച്ചീനി കഴിച്ചത് കേട്ടോ. ഇവരെല്ലാവരും പുഴുങ്ങിയ മരിച്ചീനിയാണ് കഴിച്ചത്. എല്ലാവർക്കും കപ്പ പുഴുങ്ങിയത് കേട്ടോ ഇഷ്ടം. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നമുക്ക് മറ്റേത് ഇഷ്ടം, ഇവർക്ക് ഇതാണ് ഇഷ്ടം. പക്ഷെ എന്തായാലും കപ്പ സൂപ്പറായിരുന്നു കേട്ടോ. എന്നിട്ട് ചേട്ടനും ചേച്ചിയും ഏട്ടനും കൂടിയൊക്കെ കഴിച്ചു. മീനും ഇറച്ചിയും എല്ലാമൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും അത്യാവശ്യം ഹെവി ആയിട്ട് കഴിച്ചു കേട്ടോ. ദീപ ചേച്ചി ബീഫ് റെഡ് മീറ്റ് ഒന്നും കഴിക്കത്തില്ല. കാരണം ചേച്ചിക്ക് അലർജി ഉണ്ട്. കഴിച്ചാൽ അപ്പം തന്നെ ചൊറിച്ചിൽ തുടങ്ങും കേട്ടോ. അതുകൊണ്ട് ദീപ ചേച്ചി ഈ റെഡ് മീറ്റ് കാര്യങ്ങളൊന്നും കഴിക്കില്ല. മീൻ മാത്രമേ ഉള്ളൂ. ചിക്കൻ കഴിക്കും, എനിക്ക് തോന്നുന്നു താറാവും കഴിക്കുമെന്ന് തോന്നുന്നു. ബാക്കി വേറെ ഇറച്ചികളൊന്നും കഴിക്കാറില്ല. അപ്പോൾ തന്നെ ചൊറിച്ചിൽ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഗീത ചേച്ചിയുടെ രാഹുലില്ലേ, അവനും ഈ സെയിം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൻ ഗൾഫിൽ പോയിട്ട് കഴിച്ചപ്പോൾ അവൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാന്ന് ഇവിടെ വന്ന് പിന്നീട് കഴിച്ചിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതേ രണ്ടുപേരും കൂടി എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എടുത്ത് വച്ചിരിക്കുന്നതൊക്കെ കൊള്ളാം, അവിടെയൊക്കെ നശിപ്പിച്ചിട്ടാൽ വൃത്തിയാക്കി ഇട്ടിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് രണ്ടിനും വഴക്ക് പറഞ്ഞിരിക്കുക കേട്ടോ. അങ്ങനെ വേദയും അവളും കൂടി എന്തൊക്കെയോ വാരി പറക്കിക്കൊണ്ടൊക്കെ പോയി അവിടെ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്യുകയാണേ. പക്ഷേ എക്സ്പെരിമെൻറ്റ് സക്സസ് ആയിട്ടോ. അത് നല്ലൊരു സാധനം കേട്ടോ വേദയ്ക്ക് ചീമ വാങ്ങിച്ചുകൊണ്ടുവന്നത്. അതിൽ എങ്ങനെയാണ് ഓരോ ഇതെന്താ വോൾക്കാനോ എന്താണ് അവൾ കാണിക്കുന്നത്, അതെങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്, അതെന്തുകൊണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ചെയ്യാനുള്ള സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്കൊരു യൂസ്ഫുൾ തിങ് ആയിട്ട് തോന്നി. വേദയ്ക്ക് ഈ സയൻറ്റിസ്റ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചീമ വാങ്ങിച്ചു കൊടുത്തൊരു ഓപ്ഷൻ നല്ലതായിട്ടും എനിക്ക് തോന്നി. ഇതൊക്കെ ഇപ്പം ചെയ്യുന്നത് തന്നെ പിന്നെ ചെയ്യില്ല. ആദ്യത്തെ ദിവസം ഭയങ്കര ആവേശമായിരിക്കും, പിന്നെ ചെയ്യില്ല. ഇതെന്തോ അതൊക്കെ പൊങ്ങി തിളച്ചൊക്കെ വന്നു കേട്ടോ. വോൾക്കാനോ എന്തോ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അത് പൊങ്ങി ഇങ്ങനെ കളഞ്ഞൊക്കെ വന്നു. പക്ഷെ അവർ എക്സ്പെരിമെൻറ്റ് സക്സസ് ആയുള്ള സന്തോഷത്തിലാണ് ചീമയും വേദയും. വീണ്ടും എന്തൊക്കെയോ വെളിച്ചെണ്ണയൊക്കെ വാരിക്കൊണ്ട് പോയി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ചീമയോട് പറഞ്ഞ് വരുമ്പോൾ ഒരു കിലോ വെളിച്ചെണ്ണയുടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതൊക്കെ ചെയ്യാമായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ എണ്ണയുടെ വില നിങ്ങൾക്ക് അറിയാമല്ലോ. ആ എണ്ണ വെച്ചാണ് ഇവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ഇതിനൊക്കെ എന്ത് പറയാനല്ലേ. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഇത് ഇങ്ങനെ അടുത്ത കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്രാവശ്യത്തെ ഇരയെന്ന് പറയുന്നത് ദീപ ചേച്ചിയല്ല, ഏട്ടനൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നൊരു 6 മാസം ആയപ്പോഴേക്കും അമ്മൂമ്മ മരിച്ചു. ആ അമ്മൂമ്മയുടെ കഥകളൊക്കെ, പഴയ അമ്മൂമ്മയുടെ ഏട്ടൻ്റെയൊക്കെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. നല്ല രസമാട്ടോ എല്ലാവരും കഥകളൊക്കെ പറയുന്നത് കേൾക്കാനായിട്ട്. നമ്മളങ്ങനെ അറിയാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്ന് ചിരിച്ചു പോവും. അങ്ങനത്തെ കഥകളാണ് നമ്മൾ ഓരോന്ന് കേൾക്കുന്നത്. എല്ലാവരും ഉച്ചയുറക്കമൊക്കെ ചെറുതായിട്ടുള്ളതാണ്. പക്ഷേ എല്ലാവരുമൊക്കെ ഉള്ളത് കൊണ്ട് ആരും ഉച്ചയുറക്കമൊന്നും വലിയ രീതിയിലില്ല. ഗീത ചേച്ചി ഇന്ന് രാവിലെയാണ് നമ്മുടെ അനിലേട്ടൻ ഗൾഫിലേക്ക് പോയത്. വെളുപ്പിന് പോയിട്ടോ. അപ്പോൾ രാവിലെ എണീറ്റതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഗീത ചേച്ചിക്ക് നല്ല രീതിയിലുണ്ട്. അപ്പോൾ ചേച്ചിയോട് അവിടെ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷെ നമ്മുടെ ഈ ബഹളത്തിനിടയിൽ ഗീത ചേച്ചി ഉറങ്ങിയതുപോലെ തന്നെ കേട്ടോ. നമ്മളാണെങ്കിൽ കാര്യം പറയുന്നു, ചിരിക്കുന്നു, അട്ടഹസിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു മേളമാണ്. വന്ന് എനിക്കിരിക്കാനുള്ള സ്ഥലമില്ല. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കുത്തിക്കയറി ഞെരുങ്ങിയൊക്കെ ഇരുന്ന് കേട്ടോ. ഇതിനിടയ്ക്ക് സച്ചിൻ എന്തോ ആവശ്യത്തിന് വീട്ടിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് സച്ചിൻ വന്നു കേട്ടോ. ഇപ്പോൾ സച്ചിൻ ഇന്ന് ഈവനിങ്ങും വർക്കുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഒരുപാട് സമയം സച്ചിന് ഇരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? ഇവിടെ ട്രിവാൻഡ്രത്ത് അവിടെ ഇവിടെയൊക്കെ ഓരോ മഴ പെയ്തിട്ട് ഭീകര ചൂട് കേട്ടോ. ഇവിടെ എങ്ങും ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ അസാധ്യ ചൂട് കേട്ടോ. ഇതേ റൂമിലിപ്പം നമ്മൾ AC ഒക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് ആരും അറിയുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ ഭയങ്കര ചൂട്, ഒട്ടും ഇരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ചൂടാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, 2 ദിവസം കൊണ്ട് ആ മഴ കിടന്ന് കറങ്ങുന്നുണ്ടാണോ എന്താണെന്ന് അറിയില്ല. വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വിയർത്തോണ്ടിരിക്കുക കേട്ടോ. അത്രയ്ക്ക് ചൂട്. ചില സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം മഴയുണ്ട്. നമ്മളന്ന് എറണാകുളമൊക്കെ പോയപ്പോൾ നല്ല മഴക്കാറും രാവിലെയൊക്കെ ആലപ്പുഴ സൈഡിൽ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ട്രിവാൻഡ്രം ഭാഗത്ത് മഴയെ പെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ മഴ അത്യാവശ്യം രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ.
ഇത് ദീപ ചേച്ചി നമ്മുടെ അമ്മൂമ്മ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നതാണ്. മുടിയെല്ലാം അമ്മൂമ്മ ഇങ്ങനെ കെട്ടി വയ്ക്കുമെന്നൊക്കെ പറഞ്ഞ് കാര്യം പറഞ്ഞിരുന്ന് അമ്മൂമ്മയെ അഭിനയിച്ച് കാണിച്ചിരുന്ന് ചിരിക്കുന്നതാണ് കേട്ടോ. ഈശ്വര, ഇത് കാണണമെങ്കിൽ ദീപ ചേച്ചി എന്തിനെടുത്തിട്ട് എന്ന് പറഞ്ഞ് ചോദിക്കും. എങ്കിലും അതവിടെ കിടക്കട്ടെ. എല്ലാവരും നന്നായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യും കേട്ടോ. നല്ല രസമാണ് കാര്യമൊക്കെ കേട്ട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനായിട്ട്. നിങ്ങളും എല്ലാവരും ഒക്കെ ഇങ്ങനെ ഒത്തുകൂടാറുണ്ടോ എങ്കിലൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിൻ്റെ ഒരു രസം വേറെ തന്നെയല്ലേ. നമ്മൾ ഇത് മെയിനായിട്ട് പേദയുടെ ബർത്ത്ഡേ തന്നെ കേട്ടോ നമ്മളിങ്ങനെ ഒത്തുകൂടുന്ന ഒരു ദിവസം എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ചൊരു ദിവസം നമ്മുടെ വീട്ടിലെ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെ ഓണമൊക്കെ ആകുമ്പം ചിലപ്പോൾ ദീപ ചേച്ചിയുടെ അവിടെ കൂടും, ചതയത്തിന് അച്ഛൻ്റെ അവിടെ കൂടും. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു സെലിബ്രേഷൻസാണ് ഉള്ളത്. ഇവിടെ പിന്നെ എല്ലാവരും ഒരു വൈബാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂട്ടത്ത് കൂടില്ല, പറ്റത്തില്ല എന്നൊക്കെ പറയും. ചില ഫാമിലി ആയിട്ട് പോവാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മളെല്ലാവരും ഒരേ വൈബാണ്. എല്ലാവർക്കും എന്ത് പറഞ്ഞാലും അതിനെ തമാശ രീതിയിൽ കൊണ്ടുപോയി ആസ്വദിച്ച് അതിനെ ഒരു ഹാപ്പി മൂഡിൽ കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ വേറെ വഴക്കോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ പറഞ്ഞത് ശരിയായില്ല, ഇവർ പറഞ്ഞത് ശരിയായില്ല, എന്നെ കളിയാക്കി, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവരും കൂടെ മിങ്കിൾ ചെയ്ത് പോകും. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങ് പോവും. എല്ലാവരും വായും പൂട്ടി കണ്ണും പൂട്ടി കമഴ്ന്ന് കിടന്ന് ചിരിക്കുന്നു. എന്താണ് അത്രയും വലിയ തമാശ പറഞ്ഞത്? പക്ഷേ ചിലരുണ്ട് കേട്ടോ, ഞാനൊക്കെ തമാശ പറഞ്ഞാൽ ഏക്കില്ല കേട്ടോ. ആർക്കും ചിരി വരില്ല, എനിക്ക് മാത്രമേ ചിരി വരത്തുള്ളൂ. ചിലർ തമാശ പറഞ്ഞാൽ അത് നല്ല കാര്യമായിട്ട് കേൾക്കും, എല്ലാവർക്കും ചിരി വരും കേട്ടോ. അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ടല്ലോ, കഴിവ്, അത് വല്ലാത്തൊരു കഴിവാണ്. ഞാനൊന്നും അങ്ങനെ എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റത്തില്ല. അത് ചിലർക്കുള്ളൊരു ഇതാണ് കേട്ടോ. അങ്ങനെ സച്ചിൻ കുറേ കാര്യങ്ങളൊക്കെ കേട്ട് ഇരുന്ന് ചിരിച്ചിട്ട് സച്ചിൻ്റെ പാട് നോക്കി പോവുകയാണ്. അങ്ങനെയല്ല, സച്ചിന് ഉണ്ട്. അപ്പോൾ പിന്നെ ഇനി ഇരുന്നാലും ശരിയാകത്തില്ല. ചീമ ഇവിടെ നിൽക്കുകയാണ്. ചീമ കുറച്ച് കഴിഞ്ഞ് ആരെങ്കിലും ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചീമ ഇവിടെ കളഞ്ഞിട്ട് സച്ചിൻ പോവാട്ടോ. രാവിലെയും ചീമ അല്ലാതെയാണ് വന്നത്. അപ്പോൾ ചീമ അതേ ഇനിയിപ്പോൾ പോകാൻ പോവുകയാണ്. അമ്മയ്ക്കും ഭയങ്കര ബിസി കേട്ടോ. ഇവരെ ഞാൻ പറഞ്ഞില്ലേ 26 ഡൽഹിയിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ അമ്മ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും നടന്നില്ല, ഷോപ്പിംഗ് ചെയ്തില്ല. ഇന്ന് വൈകിട്ട് പോകാനിരുന്നതാണ്. ഇനി എനിക്ക് പോകാനൊന്നും വയ്യ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ പിണങ്ങി വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതേ സച്ചിൻ എന്തായാലും പോവുകയാണ്. ചീമയെ കുറച്ച് കഴിഞ്ഞ് നമ്മളാരെങ്കിലും കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് പോവുകയാണ്. സച്ചിന് ചായ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഭക്ഷണം കഴിച്ച് എണീറ്റതേ ഉള്ളൂ. പിന്നെ ചായ കുടിക്കാനുള്ള വയറ് അപ്പോഴായിട്ടില്ല, കുറച്ചുകൂടെ താമസിക്കും. അപ്പോൾ സച്ചിൻ പോയതിൻ്റെ പിറകെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഒന്ന് കയറി കിടന്നു കേട്ടോ. പ്രകാശ് ഏട്ടൻ കയറി കിടന്നു. ഗീത ചേച്ചി അതിൻ്റെ ആ ബഹളത്തിൻ്റെ ഇടയിൽ ഒട്ടും വയ്യ, ക്ഷീണമായിട്ട് ചേച്ചി ഒന്ന് തലചായ്ച്ചു. എല്ലാവരുമൊക്കെ കുറച്ച് സമയം നമ്മളും കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലാണ്ട് നമ്മളാരും കിടന്നില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളതേ എണീറ്റൊക്കെ എല്ലാവരുമൊക്കെ വന്നു. ഒരു 4:30-5 മണിയായപ്പോഴേക്കും ചായ എല്ലാം ഇടാമെന്ന് കരുതിയിട്ട് ചായയൊക്കെ അടുപ്പത്ത് വയ്ക്കുകയാണ്. ആ സമയം ഏട്ടൻ പോയി ഉള്ളിവട വാങ്ങിച്ചിട്ട് വന്നേ. നമ്മുടെ കുണ്ടമങ്കടവ് സ്ഥിരം നമ്മൾ ഉള്ളിവട വാങ്ങുന്നില്ലേ, ആ കടയിൽ നിന്നാണ് ഉള്ളിവട വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ആ കടയിൽ നിന്ന് ഉള്ളിവട വാങ്ങിയാൽ നല്ല ഉള്ളിവടയെന്ന് പറയല്ലേ വാങ്ങി കഴിക്കാറ്. അപ്പം നല്ലതെന്ന് തന്നെ പറയണ്ടേ, നല്ലതെന്ന് തന്നെ ഞാൻ പറയാറുമുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക, കേൾക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ പറയണ്ടെന്ന് വെച്ചാലും വീണ്ടും പറഞ്ഞു പോകുന്നു. നമ്മുടെ നല്ല സബ്സ്ക്രൈബേഴ്സ് അതിനെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എനിക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ എന്തോ, എനിക്ക് അവർ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു സുഖമില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ വെരി സോറി. ഇനി ഞാൻ മാക്സിമം മോശം കമൻസിന് റിപ്ലൈ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കയ്യിൽ നിന്ന് പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ശ്രമിക്കാം എന്നൊരു വാക്ക് പറഞ്ഞത്. എന്നിട്ട് ഇതേ ചായയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറികളൊക്കെ ശരിക്കും ബാക്കി വന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കോരിക്കെട്ടി എല്ലാവർക്കുമൊക്കെ കൊടുക്കുകയാണ്. എല്ലാവർക്കും എന്ന് പറയാൻ ആർക്കും ഒന്നും വേണ്ട. ഇത് അച്ഛൻ ശരിയാണ്. ഇതിപ്പോൾ നമ്മൾ അവിടെ എങ്ങനെ ഇരുന്നപ്പോൾ അത് പറയാൻ വിട്ടുപോയി. അച്ഛൻ പോകണമെന്നും പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. കള്ളിക്കാട് അവിടുത്തെ അച്ഛൻ പോകണമെന്നും പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ അമ്മ പോകാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നാളെ രാവിലെ ഏട്ടൻ കൊണ്ടുവന്നാക്കും, അച്ഛൻ പോകണമെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതമ്മ സമ്മതിച്ചു. അങ്ങനെ അച്ഛന് രാവിലെ ചേച്ചി കൊണ്ടുവന്ന ഇഡ്ഡലി, രസവട, ചമ്മന്തി എല്ലാം കൂടി പാഴ്സൽ ചെയ്ത് കൊടുത്തു വിടുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് അച്ഛന് മാത്രം കേട്ടോ ഇപ്പോൾ ചായ ഇടുന്നത്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് നമുക്കെല്ലാവർക്കും കൂടി ചായ ഇട്ടത്. അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ.
മനസ്സിലായില്ലെന്നല്ല, ഞാനത് ഓർമ്മിച്ചില്ല. ഞാൻ കരുതി നമുക്കെല്ലാവർക്കും കൂടി ചായ ഇടുന്ന വിഷ്വലാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നതാണെന്ന്. പക്ഷേ അല്ല, അച്ഛന് ചായ ഇട്ടിട്ട് അച്ഛനെ പറഞ്ഞയക്കുന്ന ബഹളമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ദീപ ചേച്ചി പഴംപൊരിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ പഴംപൊരി അവളിൽ വെച്ച് ഒന്നുകൂടെയൊക്കെ ചൂടാക്കി അച്ഛന് പഴംപൊരിയും ചായയും കൂടി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയി കിടന്നിട്ട് എണീറ്റ് വന്നത്. അപ്പോഴേക്കാണ് ഏട്ടൻ പോയി ഉള്ളിവട വാങ്ങിച്ചിട്ട് വന്നത് കേട്ടോ. ഇവിടെ ഞെരിച്ച പരീക്ഷണം നടക്കുകയാണ്. എൻ്റെ എണ്ണയും വെളിച്ചെണ്ണയും പാം ഓയിലും അതും ഇതൊക്കെ വാരിക്കൊണ്ട് പോയി വെള്ളമൊക്കെ കൊണ്ടുവന്നൊഴിച്ച് അവിടെയൊക്കെ ഫുള്ളാക്കി ഇടുക കേട്ടോ. ഞാനൊരു സൈഡിൽ വസ്ത്രം നോക്കണം, വീഡിയോ നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, അങ്ങനെ 100ലേറെ കാര്യങ്ങളായിട്ടാണ് ഞാൻ നടക്കുന്നത് കേട്ടോ. വസ്ത്രയിൽ ഇന്നലെ ഞാൻ ചെറിയൊരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. 2-3 സാരീസിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് വലിയ ബഹളം വസ്ത്രയിൽ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയാം ഇന്ന് തിരക്കാണ്, എനിക്ക് വസ്ത്രയുടെ പുറകെ നിൽക്കാൻ പറ്റില്ല എന്നറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് കുറച്ച് ഓർഡേഴ്സ് കുറവാണ്. മീൻസ് എന്നും വരുന്നത് പോലുള്ള ഓർഡേഴ്സ് ഒന്നുമില്ല. കാരണം നമ്മുടെ വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കണ്ടിട്ടാണ് വസ്ത്രയിൽ കൂടുതലും നമുക്ക് ഓർഡേഴ്സ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് വീഡിയോസ് ഇടുമ്പോഴാണ് ഓർഡേഴ്സും വരുന്നത്. അതനുസരിച്ച് വീഡിയോ ഇടാത്തത് കൊണ്ട് കുറച്ച് ഓർഡേഴ്സ് കുറവുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഓർഡേഴ്സും നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, എല്ലാം കൂടി നടക്കത്തില്ല കേട്ടോ. അത് പണി പാളും. അഥവാ ഓർഡേഴ്സ് വന്നാലും ഞാൻ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. ഏട്ടനോട് എത്തി നോക്കുമോ, ചീമയോടൊക്കെ എത്തി നോക്കുമോ എന്നൊക്കെ പറഞ്ഞ് ചീമയും ഏട്ടനൊക്കെയാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ ശേഷം വേണം വസ്ത്രം എടുത്ത് വെച്ചൊന്ന് അരിച്ച് പറക്കാൻ ആരൊക്കെ എന്തൊക്കെ അയച്ചിട്ടുണ്ടെന്നുള്ളത്. ചിലപ്പോൾ അപ്പോഴും എന്നോട് എന്തെങ്കിലുമൊക്കെ പറയും കേട്ടോ. പിന്നീട് ഞാനങ്ങ് മറന്നു പോകും. പിന്നെ ഒന്നേന്ന് എടുത്ത് വെച്ചൊക്കെ നോക്കുമ്പോഴാണ് ഓർഡേഴ്സ് വല്ലതും വന്നിട്ടുണ്ടോ, ഏതാണ്, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റുന്നത്. അതൊരു 100 ചാറ്റുണ്ടാവും. അതെല്ലാം ഇത് തപ്പി പിടിച്ചെടുക്കണം. എന്തൊക്കെ മെനക്കേടാന്നറിയോ. അതേ അങ്ങനെ അച്ഛൻ ചായ എല്ലാം കുടിച്ച് അച്ഛന് ഇഡ്ഡലിയും രസവടയും ചമ്മന്തി എല്ലാം കൊടുത്ത് വിട്ടു. ദേഹത്തെല്ലാം കൊണ്ട് അച്ഛൻ പോവാണ്. ദേഹത്തെ ടാറ്റാ ബോബായ് പറയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് പോവുകയാണ്. ആദ്യം സച്ചിൻ പോയി, അച്ഛൻ പോയി, അത് കഴിഞ്ഞ് ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് അവരും പോകാൻ നിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ വന്നതല്ലേ, ബീഫിലൊക്കെ ലേശം കിടപ്പുണ്ട്, വൈകുന്നേരം നമുക്ക് ചപ്പാത്തി വാങ്ങിക്കാം, ബീഫ് ആവശ്യമുള്ളവർ ബീഫ് കഴിക്കാം, ഒരു വെജിറ്റബിൾ കറി എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിക്കാം, ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഇരിക്കുന്നില്ല. എല്ലാവരും പോകണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. ഗീത ചേച്ചി കാറിലോ സ്കൂട്ടറിലോ ഒക്കെ വന്നാണ്. ഗീത ചേച്ചിയുടെ കൈക്ക് ചെറിയൊരു വയ്യായി കേട്ടോ, വിരലിന്. അപ്പോൾ അതുകൊണ്ട് ഒരു വേദന പോലെ, അതുകൊണ്ട് ചേച്ചി സ്കൂട്ടർ എടുത്തിട്ട് വന്നില്ല. അപ്പോൾ ചേച്ചി സ്കൂട്ടറിലൊക്കെയാണ് വന്നിരുന്നതെങ്കിൽ പതിയെ ഒന്ന് സാവകാശം പോയാൽ മതിയായിരുന്നു. ഊബറിലൊക്കെ വന്നതുകൊണ്ട് ഒന്ന് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി നേരത്തെ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുക കേട്ടോ. പിന്നെ ഇതേ ഞാൻ ചായ എല്ലാം ഇടാൻ പോയി. ഏട്ടൻ പോയി ഉള്ളിയുടെ എല്ലാം വാങ്ങിച്ചിട്ട് വന്നു. എല്ലാവരും കൂടി വീണ്ടും അകത്തേക്ക് കയറി. പുറത്തിരിക്കാൻ പറ്റുന്നില്ല, ചൂട് കേട്ടോ. സത്യം, ഞാൻ കള്ളം പറഞ്ഞില്ല. നമ്മൾ ആ ഷീറ്റ് കൂടെ ചെയ്തത് കൊണ്ട് ആ ഷീറ്റിൻ്റെ ചൂടും എല്ലാം കൂടിയായിട്ട് ഭയങ്കര ഒരു ആൾക്കാരുടെ എണ്ണം കൂടുമ്പോഴും ഈ പറഞ്ഞ പോലെ ചൂടിൻ്റെ ഇത് കൂടും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും മൊത്തത്തിലുണ്ട് കേട്ടോ. ഒന്നും നല്ല രീതിയിൽ കാര്യമായിട്ടൊക്കെ മഴ പെയ്തിരുന്നുവെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടിയാനേ. അതേ ചായ അടുപ്പത്ത് കിടക്കുന്നുണ്ട്. ഉള്ളിവട വാങ്ങിച്ചിട്ട് വന്നു. പക്ഷെ ഒരു സത്യം പറയാമല്ലോ, ഉള്ളിവട അവിടെ നിന്ന് കഴിക്കാൻ നല്ല സൂപ്പറാട്ടോ, കരിമുരയിരിക്കും. ഇവിടെ ഏട്ടൻ കുറച്ച് നേരത്തെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് കവറിലിരുന്നൊന്ന് വാടിപ്പോയി കേട്ടോ. പക്ഷെ ഉള്ളിലൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് കഴിക്കുന്ന ഒരു ക്രിസ്പിനെസ് പോയി കേട്ടോ. ഒന്ന് നമ്മളിപ്പോൾ എന്തെങ്കിലും വറുത്തിട്ടിട്ട്, പപ്പടമൊക്കെ വറുത്തിട്ടിട്ട് കുറച്ച് സമയം തുറന്നിരിക്കുമ്പോൾ ഒന്ന് ആ ക്രിസ്പിനെസ് പോവില്ലേ. ഇതിപ്പോൾ കെട്ടി വെച്ചിരുന്നിട്ട് അതൊന്ന് ആവി കയറി ഒന്ന് വാടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഉള്ളിവിടെ ആ ഒരു ടേസ്റ്റും ഉണ്ട്. അകമൊക്കെ വെന്ത് നല്ല ഇതായിട്ട് ഇരിപ്പുണ്ട്. മുരുമുര അങ്ങ് പോയി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നല്ലതെന്ന് തന്നെ പറയണം. നല്ല ഉള്ളിവടയാണ്. പക്ഷേ ഈ വിയർത്തിട്ട് വാടിപ്പോയി. എന്നാൽ കുറച്ച് സമയം മുന്നേ ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ആ സമയത്ത് പോയി വാങ്ങിച്ചിരുന്നെങ്കിൽ നല്ല ഇതായിട്ടിരുന്നേനെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓരോ ഉള്ളിവട വെച്ചൊക്കെ വാങ്ങിച്ചു. പക്ഷേ എല്ലാവരും ഒന്നും അധികം കഴിക്കുന്നില്ല കേട്ടോ. ഉച്ചയ്ക്ക് എല്ലാവരുമൊക്കെ ഹെവി ആയിട്ട് കഴിച്ചത് കൊണ്ട് ആർക്കും ചായ പോലും വേണമെന്നില്ല. പിന്നെ നമ്മുടെ ഒരു മര്യാദയ്ക്ക് കുറച്ച് ചായ, ലേശം ചായ എല്ലാവർക്കും കുടിക്കാൻ തരി. ഒരു ഇഞ്ചി ചായ തന്നെ അങ്ങ് ഇട്ടു കേട്ടോ. ദഹനത്തിന് നല്ലതല്ലേ, എല്ലാവരും ഇഞ്ചി ചായയൊക്കെ കുടിക്കട്ടെ എന്ന് കരുതി അങ്ങനെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രകാശേട്ടൻ പോകാനായിട്ട് ഇറങ്ങി. ഗീത ചേച്ചിയുടെ വീടിനടുത്തല്ലേ ദീപ ചേച്ചിയും താമസിക്കുന്നത്. അപ്പോൾ ഗീത ചേച്ചി ഊബറിൽ വരുമ്പോൾ ദീപ ചേച്ചിയും കൂടി പോകാമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഊബറിൽ പോകാമെന്ന് കരുതി. ആദ്യം പ്രകാശേട്ടൻ ഇറങ്ങി, രണ്ടാമത് ഗീത ചേച്ചിയൊക്കെ ഊബർ ബുക്ക് ചെയ്തിട്ട് അവരും പോയി കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരും ഒക്കെ പോകുമ്പോഴാണ് നമുക്ക് ഒരു വിഷമം തോന്നുന്നത്. എല്ലാവരും ഉള്ളപ്പോൾ എന്ത് സന്തോഷം എന്നറിയോ. എല്ലാവർക്കും ഓരോരുത്തർ പോകുമ്പോൾ ഒരു വിഷമം. അതിപ്പോൾ ആരായാലും അവരെ വീട്ടിൽ നമ്മൾ പോകുമ്പോഴും നമ്മളെ വീട്ടിൽ നിന്ന് അവർ പോകുമ്പോഴും എല്ലാവരും കൂടി ഇരുന്നിട്ട് പോകുമ്പോൾ ഒരു ചെറിയ വിഷമമല്ല, ഒരു സന്തോഷക്കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ചേട്ടനും പോയിട്ടോ. ചേട്ടന് യാത്ര അയക്കാൻ സമയം ഞാൻ അടുക്കളയിൽ ഭീകര ജോലിയിൽ നിൽക്കുകയായിരുന്നു. എന്തൊക്കെയോ ഇതുപോലെ ചേച്ചിക്കൊക്കെ എല്ലാവരോടും അതും ഇതൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ആർക്കും ഒന്നും വേണ്ട.
അപ്പോൾ എൻ്റെ അമ്മ ഇഡ്ഡലിയും രസവടയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു, അച്ഛന് വൈകിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. മീൻകറിയോ ബീഫോ ഒക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അമ്മയ്ക്ക് വേണ്ട. ദീപ ചേച്ചിയോട് മീൻകറിയോ ബീഫോ ഒക്കെ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോഴും ദീപ ചേച്ചിക്കും വേണ്ട. പിന്നെ ലേശം മീൻകറി ഗീത ചേച്ചി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ലേശം മീൻകറിയും കുറച്ച് പായസവും ഗീത ചേച്ചി എടുത്തുകൊണ്ട് പോയി. വേറെ ആരും ഒന്നും എടുത്തില്ല കേട്ടോ. എൻ്റെ അമ്മയും കുറച്ച് പായസം കൊണ്ടുപോയി. ചീമയ്ക്കും പായസം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പായസമൊക്കെ ഏകദേശം കഴിയാറായിട്ട്, നമ്മളൊരു കവറിട്ടല്ലേ വെച്ചത്, അത്രയ്ക്കും വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഒക്കെ കഴിച്ചപ്പോഴേക്കും അത് ഓൾമോസ്റ്റ് കഴിയാറായി. അമ്മയും ഗീത ചേച്ചിയൊക്കെ എടുത്തപ്പോഴേക്കും പിന്നെ കുറച്ചുകൂടെ ബാക്കിയുള്ളൂ. പിന്നെ എനിക്ക് കൊതിക്കും വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളൂ കേട്ടോ. അങ്ങനെ ദേ ഊബർ വന്നു. അവർ ഊബറിൽ കയറി ദേ പോവുകയാണ് കേട്ടോ. ഇനി എപ്പോഴെങ്കിലുമൊക്കെ കാണാം. ഉടനെ ഒന്നും ഇനിയിപ്പം കാണൽ ചിലപ്പോൾ കാണില്ല. കുറേ നാളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെ നമ്മൾ അവരെ യാത്ര അയക്കാനായിട്ട് നിൽക്കുകയാണ്. ഗീത ചേച്ചി ഓട്ടോ എന്ന് പറഞ്ഞ് ഇപ്പോൾ കാലെടുത്ത് വയ്ക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണും. പക്ഷേ ഓട്ടോ ഫ്രണ്ടിലോട്ട് പോയത് ഗീത ചേച്ചി കണ്ടിട്ടില്ല. അതെ, വീഴാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഞാൻ കരുതി ചേച്ചിയുടെ കാലിൽ ഓട്ടോ കയറിയെന്ന് കേട്ടോ. ചേച്ചി ഓട്ടോ ഉണ്ടെന്നും പറഞ്ഞ് കാലെടുത്ത് വെച്ചതാണ്. ഓട്ടോ ഫ്രണ്ടിലേക്ക് നീങ്ങിയത് ചേച്ചി കണ്ടില്ല കേട്ടോ. അപ്പം ഇങ്ങനെ വീഴാൻ പോയതാണ്. പക്ഷെ നല്ലൊരു ഷോട്ടായിരുന്നു അല്ലേ. ഗീത ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ചേച്ചി അപ്പോഴേ പറഞ്ഞു വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് ദേവി അത് കട്ട് ചെയ്തിടണേന്ന് പറയും. പക്ഷെ നല്ല രസമുണ്ട് ചേച്ചി, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ പ്രേക്ഷകർ കാണട്ടെ, കണ്ട് ചിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇട്ടതാട്ടോ. നല്ല രസമുണ്ടായിരുന്നേ. ഇനി ഗീത ചേച്ചി ജീവിതത്തിൽ നമ്മുടെ വീഡിയോയ്ക്ക് മുന്നിൽ വല്ല മനു ഇനി മേലിൽ വീഡിയോ എടുക്കരുത്, ശ്രീകുട്ടി ഇനി മേലിൽ വീഡിയോ എടുക്കുന്നതായിരിക്കും ചേച്ചി കാണുമ്പോൾ പറയുന്നത്. എന്തായാലും ചേച്ചി ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചി ഗീത ചേച്ചി വന്നല്ലോ, അത് ഇന്ന് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ചേച്ചിയും ദീപ ചേച്ചിയും പോയി. അടുത്തിനി എൻ്റെ അമ്മ പോകാനായിട്ട് റെഡിയായി അങ്ങനെ നിൽക്കുകയാണ്. അവർ പോയ ശേഷം അടുത്ത് ഊബർ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ പോയ ശേഷം അടുത്ത് ഊബറെല്ലാം ബുക്ക് ചെയ്ത് അടുത്ത ഊബർ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അമ്മയും കയറ്റി പാഴ്സൽ ചെയ്ത് വിടുക കേട്ടോ. ചീമ കുറച്ച് കഴിയുമ്പോൾ ഏട്ടനോ ഞാനോ കൊണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ചീമ ഇവിടെ നിൽക്കുകയാണ്. അമ്മയും പാഴ്സൽ ചെയ്ത് വിടുകയാണേ. പള്ളിക്കാട് അമ്മ രാവിലെ പോകത്തുള്ളൂ, ഏട്ടൻ കൊണ്ടുവന്നാക്കും കേട്ടോ. ഞാൻ ഇന്ന് പോകാൻ വേണ്ടി നിന്നതാണ്, ഞങ്ങൾ പിടിച്ച് നിർത്തിയതാട്ടോ. അപ്പോൾ എല്ലാവരും പോയി. വീട് ശൂന്യമായി. ഇനി വേദയ്ക്ക് നോട്ട്സ് കുറേ അടുത്ത് ഇന്നത്തെ ദിവസത്തെ എഴുതാനുണ്ട്. അത് എഴുതാനായിട്ട് എഴുതിക്കൊണ്ട് എന്തോ ഇരുന്നപ്പോഴായിട്ട് എല്ലാവരും പോകാനായിട്ട് ഇറങ്ങിയത്. പിന്നെ വേദ എഴുത്തെല്ലാം നിർത്തിയിട്ട് എല്ലാവരെയും യാത്ര അയക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ പൊന്നിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ കഴിയുകയാണ്. ഈ വർഷത്തെ ബർത്ത്ഡേ ഇങ്ങനെയൊക്കെ അങ്ങായിപ്പോയി. കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് ആഘോഷിക്കണമെന്നാണ് കരുതിയത്, പക്ഷേ നടന്നില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത വർഷം നമ്മൾ കുറച്ചുകൂടെ നല്ലതായിട്ട് സെലിബ്രേറ്റ് ചെയ്യും അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചീമയും പോവാണ്. ചീമയുടെ സാധനങ്ങളൊക്കെ വാരിക്കെട്ടി ചീമയും പോവാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ അങ്ങോട്ട് ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ എന്തോ ഷർട്ട് ഇടാൻ പോയ നേരം കൊണ്ട് ചീമ പറഞ്ഞു പതിയെ ഞാൻ അങ്ങോട്ട് നടക്കാം, നമ്മുടെ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പോൾ അതുകൊണ്ട് ചീമ പതിയെ അങ്ങോട്ട് നടക്കാം, കാരണം ആ ഇറങ്ങുന്നതിൻ്റെ അവിടെ കുറച്ച് പാടാട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴേക്കും അപ്പുറത്തെ ദിയ വേദയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ദിയ പായസം കുടിക്കാൻ വാ കയറൂ, വേദയ്ക്ക് ഒട്ടും വയ്യ, ഫുഡ് പോയിസൺ അടിച്ചു, നമുക്കിവിടെ ഒന്നുമില്ല. അതൊന്നും കുഴപ്പമില്ല ആൻറ്റി, ഞാൻ വെറുതെ ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ ദിയ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ദിവസം കുട്ടികൾക്കെല്ലാം മന്തിയെല്ലാം വെച്ച് നമുക്ക് കൊടുക്കണം, സെലിബ്രേറ്റ് ചെയ്യണം, ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യാം. അന്ന് അവരാരും വരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും പിള്ളേരെല്ലാവരും കൂടെ കൂട്ടിയിട്ടൊരു ചെറിയൊരു സെലിബ്രേഷൻ നമുക്ക് വേദയുടെ സ്റ്റാറിൻ്റെ അന്ന് ചെയ്യാം കേട്ടോ. അന്ന് ഫുഡ് പോയ്സൺ ഒന്നും വരുത്തരുതേ ദൈവമേ. എന്തായാലും വേദയ്ക്ക് നല്ലൊരു ചോക്ലേറ്റ് ബോക്സ് എല്ലാം കിട്ടി. ദിയ പായസം കുടിക്കുന്ന സമയം വേദ അതിനെ പൊട്ടിച്ചിട്ട് ജേംസ് എല്ലാം പറക്കി വെച്ച് അവർ രണ്ടുപേരും കൂടി ഒരു പോയിസൺ ഗെയിം എല്ലാം കളിച്ചതെല്ലാം യൂട്യൂബിൽ ഇടാനായിട്ട് വീഡിയോ എല്ലാം എടുത്ത ശേഷം ദിയയുടെ വീട്ടിൽ പോയി കേട്ടോ. എന്നിട്ട് ദിയെ വിളിച്ചു, ദിയ കുറച്ച് ബീഫും ചോറും കൂടി കഴിക്കാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ദിയ വേണ്ട, കഴിക്കുന്നില്ല ആൻറ്റി, വയറൊക്കെ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു വലിയ വീഡിയോയുടെ അവസാനം എത്താറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. എൻ്റെ വേദക്കുട്ടിയുടെ ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ആഘോഷം. വേദയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയിലും ഒതുക്കിയത്. പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.